പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വീണ്ടും ഞായറാഴ്ച വന്നു. ഇതുപോലൊരു സ്ഥിരതയില്ലാത്ത ആൾക്കാർ അല്ലേ. പ്രിൻസി കുര്യൻ, സരിത ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്നു എന്ന് മുൻപ് പറഞ്ഞല്ലോ, അത് ഇഫക്റ്റീവ് ആയാൽ ഒരു വീഡിയോ ഇടാമെന്നും പറഞ്ഞിരുന്നു. അത് ചെയ്തോ? റിസൾട്ട് കിട്ടിയോ? പിന്നെ ഈ വീഡിയോ നന്നായിട്ടുണ്ട്, സ്റ്റേ ഹെൽത്തി. ഇത് നമ്മുടെ കഞ്ഞി വീഡിയോയിലാട്ടാ അല്ലേ. കുറെ പേര് ഈ സരിതര ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിയാൻ, അത് ആരോഗ്യത്തിന്റെ അല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ശരീരം അങ്ങനെ നോക്കി നടക്കുന്ന രഹസ്യം അറിയാനായിട്ട് കാത്തിരിക്കുന്നവർ കുറെ പേരുണ്ട്. അല്ല, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ എൻ്റെ ഡയറ്റ്, ഞാൻ ഫുഡ് ഒക്കെ മാറ്റി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഞാൻ അത് കറക്റ്റായിട്ട് ഒരു 2-3 ആഴ്ച ഒരു മാസത്തോളമൊക്കെ പോയിന്ന് തോന്നുന്നു. കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. 2-3 ആഴ്ച പോയിട്ടുണ്ട് എന്തായാലും, കറക്റ്റായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുപ്പിച്ചുള്ള ആ മഴ വന്നില്ലേ, ആ മഴ വന്നില്ല, അതൊക്കെ തെറ്റി. അതാ ഞാൻ പിന്നെ ഇടാൻ. അതല്ല, പിന്നെ ഇടയ്ക്ക് കാപ്പിയെ കുടിക്കും, പഞ്ചസാര ഒഴിവാക്കണല്ലോ. അപ്പൊ ഞാൻ തന്നെ ഫോളോ ചെയ്യാണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പൊ നിങ്ങൾ അറിയാനൊന്നും പോണില്ല ഞാൻ എന്താ ചെയ്യണേന്ന്. പക്ഷെ അത് പറഞ്ഞിട്ടല്ലേ, എനിക്ക് തന്നെ ഒരു തൃപ്തി വേണമല്ലോ അത് ചെയ്യാൻ. അതുകൊണ്ട് ഇനി കുറച്ചാൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെയ്യട്ടെ. അടുത്ത ആഴ്ച തൊട്ട് വീണ്ടും തുടങ്ങട്ടെ. 53 കിലോയിലേക്ക് എത്തി ഞാൻ. 52, 800, 900 അങ്ങനെ 53 എനിക്ക് ഇപ്പൊ ആവുന്നുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായി, കൈവിട്ട് പോയി തുടങ്ങി. വയറാണ് ആദ്യം ചാടണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറച്ചു. ഇപ്പൊ ഞാൻ 49, 900 അങ്ങനെയൊക്കെ. അതായത് അപ്പൊ എത്ര 3 കിലോ ഞാൻ കുറഞ്ഞു. ഇപ്പൊ ഞാൻ അതുപോലെ ഫോളോ ചെയ്യലൊക്കെ നിർത്തിയാലും കാപ്പി കൂടി ഉണ്ട്, ബാക്കിയൊക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ വെയിറ്റ് ഞാൻ കൂടിയിട്ടില്ല. ഞാൻ 49-50 നിർത്തണം എന്നുള്ള ഒരു പ്ലാനിലാണ് തുടങ്ങിയ. 2-3 ആഴ്ചയായപ്പോഴത്തേക്കും തന്നെ ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ ടാർഗറ്റ് ഞാൻ എത്തിച്ചു. പക്ഷേ വീഡിയോ ഞാൻ ഇടാം. ഉച്ചയ്ക്ക് മാത്രമേ ഞാൻ ചോറ് കഴിക്കുള്ളൂ. അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഉച്ചയ്ക്ക് മാത്രമേ ഞാൻ ചോറ് കഴിക്കണുള്ളൂ. രാവിലെ ഞാൻ ഓട്സ് അല്ലെങ്കിൽ വേറെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൊരു ഉപ്പുമാവാണ് കഴിക്കുക. വൈകുന്നേരം എന്തെങ്കിലും സാലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുള്ളൂ. അങ്ങനെ കാപ്പി നിർത്തി തരും. പക്ഷെ കാപ്പി ഞാനിപ്പോൾ കുടിക്കുന്നുണ്ട്. പിന്നെ കാപ്പി കുടിക്കാനുള്ള കാരണം മഴക്കാലം നല്ലപോലെ മഴ പെയ്യുന്ന ടൈമിൽ എനിക്ക് കാപ്പി ഉണ്ടാക്കാനൊക്കെ ഞാൻ സരിതയോട് പറയും. അപ്പോൾ ഇവൾക്ക് കൊതി തോന്നും. അതിന്റെ ഒപ്പം ചേട്ടന് കാപ്പി ആ സമയത്ത് 2-3 ആഴ്ച എന്ന് പറഞ്ഞാൽ കാപ്പി ചേട്ടന് മാത്രം ഉണ്ടാക്കി കൊടുക്കുള്ളൂ. എനിക്ക് കുടിക്കാനും തോന്നി തുടങ്ങില്ല. അപ്പൊ എന്നെ എപ്പോഴും നീ ഇത്തിരി കുടിച്ചോ, ഒരു ലേശം കുടിക്കണോണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ചേട്ടൻ പറയും. പക്ഷെ എനിക്ക് കുടിക്കാൻ തോന്നി തുടങ്ങില്ല. പക്ഷെ ഈ മഴ ഇങ്ങനെ പെയ്തിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പൊ ചായ അല്ലെങ്കിൽ കാപ്പിയൊക്കെ ഇങ്ങനെ കുടിക്കാൻ പെട്ടെന്ന് ഇങ്ങനെ തോന്നുമ്പോ അങ്ങോട്ട് കുടിച്ചേ പറ്റൂ അങ്ങോട്ട് തോന്നും. അപ്പൊ നമ്മള് അത് കൈവിട്ടു പോകും. എല്ലാവർക്കും തോന്നുന്ന സമയത്ത് അങ്ങനെ. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങോട്ട് നിർത്താൻ മാത്രം എനിക്ക് ഷുഗർ ലെവൽ കൂടുതലൊന്നുമില്ല. എനിക്ക് എത്ര 80 അങ്ങനെയൊക്കെ ഉള്ളൂ നാളിപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ഷുഗറൊക്കെ. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ കാപ്പി കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ വീണ്ടും ചെയ്ത് തുടങ്ങും. പിന്നെ ഞാൻ കാലത്തേക്ക് കൃത്യമായിട്ട് യോഗ ചെയ്ത് തുടങ്ങും, എക്സസൈസ് ചെയ്ത് തുടങ്ങും. ഞങ്ങൾ 1/2 മണിക്കൂർ നടക്കും. അങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് വന്നതാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് നാൾ ചെയ്തിട്ടല്ലേ നിങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റും. അതായത് സ്വാമി വിവേകാനന്ദന്റെ അടുത്തേക്ക് ആദ്യം ഒരു കഥ കേട്ടിലാണ്. ഒരു അമ്മ മകനെയും കൊണ്ട് ചെന്നു, കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താ വന്നെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇവൻ ഭയങ്കരമായിട്ട് ശർക്കര കഴിക്കുന്നു. അപ്പോൾ സ്വാമി എന്ന് ഉപദേശിച്ച് കഴിഞ്ഞപ്പോൾ ശർക്കര കഴിക്കാണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു, അടുത്ത ആഴ്ച വരാൻ. എന്തോ ഒരു ദിവസം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇതേപോലെ തന്നെ സ്വാമി കുട്ടിയോട് പറഞ്ഞു, മകനെ ഇനി മുതൽ നീ ശർക്കര കഴിക്കരുതെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ അമ്മ ചോദിച്ചു, എന്താ കഴിഞ്ഞ തവണ വന്നപ്പോൾ സ്വാമിക്ക് ഇത് പറയാറുണ്ടെന്ന് ചോദിച്ചു. പറയാം, ഞാൻ നന്നായി ശർക്കര കഴിക്കുമായിരുന്നു എന്ന്. അപ്പൊ എനിക്കത് ഉപേക്ഷിച്ചിട്ട് വേണം എനിക്ക് മറ്റുള്ളവരെ ഉപദേശിക്കും. അല്ലെങ്കിൽ നമുക്കൊരു ഉൾക്കുത്ത് ഉണ്ടാവില്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് സരിത. സ്വാമി വിവേകാനന്ദനല്ല, എന്നാലും സരിതയ്ക്ക് പറയുമ്പോഴേ നമ്മള് അത് കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോ ഉള്ളതാണ് മറ്റുള്ളവരോട് പറയാനായിട്ട് എനിക്ക് ആവേശം കൂടുതലായിരിക്കും. ഒരു ഉൾക്കുത്ത് എന്ന് പറയുന്ന സാധനം, നമുക്ക് ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഉണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് നമുക്ക് കള്ളത്തരം കാണിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് എൻ്റെ രാവിലെ ഞാൻ അന്ന് ആ സമയത്ത് ഒരു 5 മണിക്ക് തന്നെ എണീറ്റ് തുടന്നു കേട്ടാ. അത് രാത്രി എത്ര വൈകിടുന്നാലും 5 മണിക്ക് തന്നെ എണീറ്റ് തുടന്നു. ചേട്ടൻ പിന്നെയും എണീക്കാൻ മടി പിടിച്ച് എണീപ്പിച്ചോടുന്നു. അന്നപ്പം 5 മണിക്ക്. അപ്പം എനിക്കതൊരു ആവേശം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മഴ അങ്ങോട്ട് അടുപ്പിച്ച് പിടിച്ചപ്പോഴാണ് അത് കൈവിട്ട് പോയി. ഇനി അത് വീണ്ടും തുടങ്ങിയിട്ട് കുറച്ച് നാൾ ഫോളോ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അടുത്തത് സിജി രാജേഷ്. ക്യാമറ വെച്ച് നന്നായി. 19 കിലോ വെളിച്ചെണ്ണയൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നതല്ലേ ഇത്? ക്യാമറ വെച്ച് വളരെ നന്നായി. ക്യാമറ അല്ല, അത് തമാശക്ക് വെളിച്ചെണ്ണ ഇപ്പോഴത്തെ വില വെച്ചിട്ട്. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ് കേട്ടാ. ക്യാമറ വെച്ചതിന്റെ ഗുണം പറയാനായിട്ട് ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ?
ക്യാമറ വയ്ക്കുമ്പോ നമ്മളൊരു ഗുണം പറഞ്ഞില്ലേ, അത് ക്യാമറ വയ്ക്കുമ്പോ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യേ, മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ സൂക്ഷിക്കണം അല്ലേ, അതല്ലേ? ഞാൻ എന്താ ചെയ്യാ, ഞാൻ ആ ബാത്റൂമിൽ മൂത്രം ഒഴിക്കില്ല. നമ്മളിവിടെ ചുറ്റുപാടത്ത് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമല്ലേ, ഇവിടെ ആളുകളൊന്നും ഭയങ്കര ഒരു പുലിവാലായി മൂത്രം ഒഴിക്കാൻ സ്ഥലം തപ്പി നടക്കുന്നത് എവിടെയാണ് നമ്മളില്ലേ. നിങ്ങളൊക്കെ വരണം സ്ഥലം എന്ന് പറയുന്നത് ഈ വശത്തേക്ക് വരണം, ഇവിടെ വരെ കിട്ടും, ഇത് അങ്ങോട്ട് വരണം, അങ്ങനെ പല പല അതുകൾ നോക്കണം. എന്തുകൊണ്ടാ വെച്ചിട്ട് നമ്മള് സത്യസന്ധ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെ ഒരാളിങ്ങനെ നോക്കി കാണല്ലേ. അപ്പൊ നമുക്ക് കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ തന്നെ കാണിക്കാനും പറ്റില്ല നമുക്ക്. വല്ല ഉണ്ടെങ്കിൽ തന്നെ കാണിക്കാൻ പറ്റില്ലെന്ന്, കള്ളത്തരങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നാള് പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഈ ക്യാമറ വയ്ക്കുമ്പോഴുള്ളത് അത് പറയണേ അല്ല, ഞാൻ പറഞ്ഞില്ല. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടില് ചേട്ടൻ പറഞ്ഞതാണ്, നമ്മുടെ വീട്ടിൽ ഇപ്പൊ എന്തിട്ടെങ്കിലും ഇപ്പൊ ഒരു മോഷണോ അല്ലെ വേറെ എന്തെങ്കിലും ഒരു ഇത് നടന്നു, ഇപ്പൊ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ പോലീസുകാർ തൊട്ടപ്പുറത്തുള്ള വീടുകളിൽ CCTV ഉണ്ടോ എന്ന് നോക്കും ഇല്ലേ. അപ്പൊ അങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മളുടെ CCTVയുടെ ഫൂട്ടേജ് എടുത്താലും ആ സമയത്ത് അതില് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അതിൽ കണ്ടപ്പെട്ടില്ലേന്ന് ഒരിക്കൽ. അപ്പൊ അതുകൊണ്ട് അവര് വേറെ കാര്യം നോക്കാനാവും വന്നിട്ടുണ്ടാവുക, ഇതിൽ നോക്കുമ്പോ ഇവര് അതായത് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള നല്ല ഇത് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റില്ല. കള്ളത്തരം കാണിച്ചതിലൊന്നും കാര്യമില്ല. ചേട്ടാ കള്ളത്തരം കാണിക്കുന്നത് നിർത്തിയെന്നാണോ ഉദ്ദേശിക്കണത്? ഞാൻ കള്ളത്തരം നമുക്കില്ല, നമുക്ക് കാണിക്കാനായിട്ടൊന്നുമില്ല. അതെ, നമുക്ക് നമ്മള് പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പോ ഇതിന്റെ ഉണ്ടല്ലോ ഹാർഡ് ഡിസ്ക് ഉണ്ടല്ലോ, ഇതിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കണ ഹാർഡ് ഡിസ്ക് ഇല്ലേ, അതിപ്പോ ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോയി എന്നിട്ട് പബ്ലിഷ് ചെയ്താലും നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളോടുള്ളതിനേക്കാൾ ഇഷ്ടം കൂടും. പാവം തോന്നും ഞങ്ങളോട്, അയ്യോ ഒറ്റകൾ ഇങ്ങനെയാണോ തോന്നും. ഞങ്ങൾ ഈ വീഡിയോയില് കാണുന്ന പോലെ തന്നെയാണല്ലോ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അടുത്തത് നിമോ ബോയ്. പേളിയുടെ മക്കളുമായി ചാർലിക്കും ഇമ്രാനും പരിചയമില്ലെങ്കിൽ അവർ തമ്മിൽ അടി കൂടില്ലേ? അവരെ പുറത്തോട്ട് വിട്ടാൽ അല്ലേ അവർ തമ്മിൽ പരിചയമാവുകയുള്ളൂ? അവർക്ക് അംഗബലം കൂടുതലാണ്. ശരി, അവിടെ 7 പേരുണ്ട്. ഒരു പരിചയം വേണ്ട, ആ വശത്തേക്കേ പോണില്ല. എന്നാണ് ആ പാറ്റങ്ങളൊക്കെ നമ്മളെ വന്നിട്ട് ഓടി ഒന്ന് കടിക്കാന്ന് എനിക്കറിയില്ല. ഒരാൾക്കും പരിചയമില്ല, നമ്മുടെ വീട്ടിലുള്ള ആർക്കും പരിചയമില്ല. അവറ്റങ്ങൾ വല്ലപ്പോഴും അവർ അഴിച്ചിടുന്നോണ്ട് രാവിലെയാണ് അഴിച്ചു വിടണേ. ജഗ്ഗുന് സ്കൂളിൽ വിടുന്ന സമയത്ത് ചിലപ്പോ അവറ്റങ്ങൾ ഓടി വരാറുണ്ട് കുറച്ചിട്ട്. ഇങ്ങോട്ട് ഒരു വട്ടം വന്നു, ചാർലിയും ഇതും ഓടിപ്പിച്ച് കണ്ടില്ലേ. അത് അവറ്റകൾ ചെറുതായതുകൊണ്ട് ഓടിയേ. ഇത്തിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് നല്ലതാ ആയി കഴിഞ്ഞാൽ അവര് ഓടില്ല അങ്ങനെ. അവിടെ അഴിച്ചിടാൻ പറ്റില്ല, നീ കഴിഞ്ഞു അവരുടെ ഗതി. അല്ല ഗതി ആരുടെ? ചാർലി ഇമ്രാന്റെ. അല്ല, നായ്ക്കളെ നീ മതിൽ കെട്ടിട്ട് അല്ലെങ്കിൽ ഇത് കെട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടണം. ഈ 5 വന്നു കഴിഞ്ഞാൽ ഈ നാട്ടുകാരൊക്കെ എന്ത് ചെയ്യും? ഓളകൾ ഓട്ടേണ്ടി വരും. മൊത്തം ഇവിടെ 12 പേരായി. ഇവിടെ 4 പേരെ മാക്സിമം വരാറുള്ളൂ. 4 പട്ടികളെയാണ് ഞാൻ പണ്ടൊക്കെ ഓരോന്ന് വെച്ചാൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്വർണ്ണപ്പണി കൂടി നമ്മൾ വീടുകൾ എല്ലാവരും വീട് വെച്ച് മാറിയപ്പോൾ ഒരെണ്ണം കൊണ്ട് പോരത്ര നോക്കാൻ. അപ്പൊ പിന്നെ ചേട്ടൻ എടുത്തോണ്ടിരുമ്പോ 4 ഞാൻ എടുത്തോണ്ടിരാറ്. അടുത്തത് അനിത MP. എന്റെ അജു ചേട്ടാ സരിതേച്ചി, നിങ്ങളൊരു സംഭവം തന്നെയാണ്. ജഗതി കൽപ്പന കോംബോ പോലെയാണ് നമ്മള്, ടെൻഷൻ ഫ്രീ. അടുത്തത് രമാജി. ഒരു അംഗീകാരം കുഴപ്പമില്ല, രണ്ടായാലും ഞങ്ങള് ഹാപ്പി. പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. രമാജയൻ. നാളികേരപ്പാല് ചേർത്ത് കുടിച്ചു നോക്കൂ, അതാണ് കൂടുതൽ സ്വാദ്. കഞ്ഞിയിലല്ലേ? അല്ലെങ്കിൽ നാളികേരം ചെരുകി വെറുതെ ചേർത്താലും മതി, നല്ല ടേസ്റ്റ് ആണത്. പിറ്റേ ദിവസം ശോധനയും അടിപൊളി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നല്ല സുഖമാണ് വയറിന്. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായി. എന്റെ എല്ലാവർക്കും ഇഷ്ടമായി. ആ കഞ്ഞി കൂടുതലുണ്ടായിരുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞ തിളപ്പിച്ച് വെച്ചോട്ടാ, രാവിലെ എനിക്ക് അത് തന്നാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അമ്മയ്ക്ക് അത് അവിടുത്തെ. അന്ന് വൈകുന്നേരം നമ്മൾ കഞ്ഞി വെച്ചു, അത് പിറ്റേ ദിവസം രാവിലെ അമ്മ. ആ 2 ദിവസം തന്നെ വെച്ചിട്ടുള്ളൂ, പിന്നെ വെച്ചിട്ടില്ല. അതെന്തുട്ടാന്ന് വെച്ചാൽ ചിലപ്പോൾ ഉച്ചക്കിലത്തെ ഭക്ഷണം ബാക്കിയിരിക്കുന്നുണ്ടാവും നമുക്ക്. അപ്പൊ ഈ കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ ഇത് കളയേണ്ടി വരില്ലെന്ന് ആലോചിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് ഒപ്പിക്കും. അതാ. അതെ, ഇതിന്റെ ഒപ്പം ഒരു ഉപ്പിലിട്ട മാങ്ങ പൂർത്തിയായി. സൂപ്പറാ, മഴ വരുന്ന പോലെ. അടുത്തത് അല്ല കഴിഞ്ഞിട്ടില്ലേട്ടാ. അല്ലെങ്കിൽ നാളികേരം ചെരുകി വെറുതെ ചേർത്താലും മതി. പണ്ട് നമ്മൾ നല്ല കുത്തിരിയുടെ പച്ചരി വേവിച്ച് നാളികേരം ചേർത്ത് കുടിച്ചിട്ടില്ലേ, മറ്റേ പാച്ചോറല്ലേ, അതൊക്കെ എന്ത് രസമായിരുന്നു. അതുപോലെ ഇതിലും വെറുതെ നാളികേരം ചേർത്ത് കുടിച്ചാലും നല്ലതാണ്. അരച്ച് ചേർക്കുമ്പോൾ അതിന്റെ ഉള്ള ഒരു രസം പോവും. ഉള്ളി നെയ്യിൽ മൂപ്പിച്ചിട്ട് കുടിച്ചു നോക്കിയേ, നല്ല സ്വാദുണ്ട്. അപ്പൊ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഗൾഫ് നമ്മുടെ വിദേശ മലയാളികൾ ഗൾഫുകാരൊക്കെ കണ്ട് ഈ വീഡിയോ കർക്കിടക മാസത്തിലെ കഞ്ഞി കാണണ്ടല്ലോ.
അപ്പോൾ ഒരു അവർ പറയണത് അവിടെ 45-50 ഡിഗ്രി ചൂടിൽ എന്ത് കറക്കടം എന്ത് കഞ്ഞിന്ന് നിങ്ങൾ ഇതൊക്കെ ചെയ്യാനാണ് മഴക്കാലത്തൊക്കെ ഇരുന്ന് കുടിക്കാനാണപ്പോഴേ അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നതിൻ്റെ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു അടുത്ത മുംതാസ് PH എത്ര ശതമാനെങ്കിലും ആ കഞ്ഞൊന്നും ഉണ്ടാക്കും. 50%, 100% എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം വർത്താനം പറഞ്ഞിന്റെ കണക്കില്ലേ. അതെ അതെ. അബ്ദുൾ അസീസ് പറയാം അങ്ങോട്ടൂല്ലേ ഇങ്ങോട്ടൂല്ലേ 75% തവിട്. ഓക്കെ. അയ്യോ. അടുത്തത് മിഥുൻ P വേണു. കൂടാരത്തിലെ ബെഞ്ചും മേശയും കുടിലേക്ക് ഷിഫ്റ്റ് ചെയ്തൂടെ? അതാവുമ്പോൾ അവിടെ നിന്ന് പരിപാടി അവതരിപ്പിക്കാൻ, ഭക്ഷണമായാൽ അതിലിരുന്ന് കഴിക്കുകയും ചെയ്യാം. കുടില് നമ്മള് വേണേ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലിപ്പം തോന്നുന്നുണ്ട്, പക്ഷെ അത് ആകെ ഇത്തിരി സ്ഥലമുള്ളൂ. ഇടാൻ പറ്റില്ല കേട്ടാ. അടുത്ത റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. ഞാനാണ് ഈ തെറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായതെന്ന് ആൾക്ക് മനസ്സിലായി, ഇമ്രാന് മനസ്സിലായിന്ന് എനിക്ക് മനസ്സിലായിന്ന്. ചേട്ടൻ പറഞ്ഞതാ മനസ്സിലായിന്ന് അല്ലേ? അപ്പൊ സരിതേച്ചി എല്ലാവർക്കും മനസ്സിലായി. ഇത് മനസ്സിലാക്കാൻ ഇത്തിരി പാടാട്ടാന്ന്. ഇവിടെ നമ്മള് ക്യാമറ ഓൺ ആക്കാത്ത സമയത്ത് കുതിരാട്ടം പപ്പുവിന്റെ ഒക്കെ ഇങ്ങനത്തെ ഇതുകളില്ലേ, എനിക്ക് അങ്ങനത്തെ കൊറേ സംഭവങ്ങൾ ഇവിടെ നടക്കും. അത് ഇവർക്ക് പറഞ്ഞിരിക്കാനും നേരം ഉണ്ടാവുള്ളൂ. അടുത്തത് സന്ധ്യ ബിജു. ചാർലിയെ കാണാൻ സുന്ദരനാണ്. എൻ്റെ വീട്ടിൽ നായുണ്ട്, പേര് റോക്കി. ചാർലിക്ക് ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ കയ്യിൽ പല്ല് കൊള്ളാതെ വാങ്ങിയില്ലേ, അതുപോലെയാണ് ഞങ്ങളുടെ റോക്കി. എത്ര ചെറിയ സാധനമാണെങ്കിലും കയ്യിൽ മുട്ടാതെ കടിച്ചെടുക്കും. നല്ല അനുസരണയാണ്. തെറ്റ് ചെയ്താൽ ചാർലി പേപ്പർ കീറിയിട്ട് കിടന്ന പോലെ കിടക്കും. ഞങ്ങൾ പൊക്കിക്കൊണ്ടൊന്നും നടക്കില്ല, കൂട്ടിലിട്ട് സ്നേഹിക്കും. ഇതിന്റെയൊക്കെ രോമം ഉള്ളിൽ പോയാൽ അലർജി ഒഴിയില്ല. പിന്നല്ലാണ്ട് നമ്മൾക്ക് സ്നേഹമില്ലാണ്ടല്ല, നമ്മൾക്ക് സ്നേഹമുണ്ട്. ഇവരെ കൊഞ്ചിക്കും ലാളിക്കും ഒക്കെ ചെയ്യും. ഒരു കാര്യം പറയട്ടെ, നമ്മളന്ന് കൃഷി സ്ഥലത്തേക്ക് ഒരു വട്ടേ പേളി വന്നപ്പോൾ എനിക്കതിൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് സ്നേഹിക്കണില്ല സരിത പേളീനെ, അതൊന്നും ഒഴിഞ്ഞു പോലും അതിനെ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവറ്റങ്ങൾ ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൈ സോപ്പിട്ട് കഴുകിയിട്ട് ഞാൻ അകത്തേക്ക് തന്നെ കയറാറുള്ളൂ. കാരണം നമ്മൾ എന്തെങ്കിലും വല്ല ഭക്ഷണം നമ്മൾ തന്നെയാണ് പാകം ചെയ്യണേ നമുക്ക്. അപ്പോൾ എന്തെങ്കിലും ആയാലോ എന്ന് ചോദിച്ചിട്ട് എനിക്കത് ഇവറ്റങ്ങളൊന്ന് കുറച്ച് സമയം ഞാൻ കളിപ്പിക്കും എപ്പോഴും. അത് കഴിഞ്ഞാൽ പിന്നെ കൈ സോപ്പിട്ട് എടുക്കും. പിന്നെ ഞാൻ കുളിക്കാൻ പോകണ എൻ്റെ തൊട്ട് മുന്നേ കുറേ നേരം ഇവറ്റങ്ങൾ ചിലപ്പോൾ മലർത്തിയൊക്കെ കെടുത്തി ഒഴിഞ്ഞു കൊടുക്കൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. കാരണം കുളിക്കാൻ പോവാണല്ലോ, പിന്നെ ആ സമയത്ത് ചെയ്യുള്ളൂ. അവിടെ വെച്ചിട്ട് ഇവറ്റങ്ങൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ തൊടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ സോപ്പൂലും ഒന്നുമില്ല. അവിടെ നമ്മൾ പാചകം ചെയ്യാൻ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ വെച്ചിട്ടാവും നമ്മൾ വീഡിയോ ചെയ്യാൻ നിൽക്കണ്ടാവുക. അപ്പം ഇവർ വന്ന് ഒഴിഞ്ഞു കൊടുത്താൽ പിന്നെ എനിക്ക് കൈ സോപ്പിട്ട് എടുക്കണമെങ്കിൽ നമ്മുടെ വീട് വരെ വരണം, അല്ലെങ്കിൽ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്ത. അല്ലാണ്ട് നമുക്ക് സ്നേഹം ഇല്ലാണ്ടല്ല, നമുക്ക് സ്നേഹമുണ്ട്. എന്ത് തന്നെയായാലും ഇവറ്റങ്ങൾ മൃഗങ്ങളാണല്ലോ. അപ്പോ പിന്നെ അകത്തിട്ട് വളർത്തുന്നതല്ല, ഇവര് ഇങ്ങോട്ടൊക്കെ പോണതെന്നറിയും. ഇപ്പൊ പേളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊക്കെ കറങ്ങി നടക്കണതാ. അപ്പൊ പല നായ്ക്കളായിട്ട് സമ്പർക്കം ഉള്ളതാണ്. അറിയില്ല, ചിലപ്പോ വൃത്തിയില്ല എന്നല്ല പറയണേ, പക്ഷെ അപ്പൊ നമ്മൾ അകത്തിട്ട് വളർത്തണാകുമ്പോ പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എങ്ങനെയായാലും രോമൊക്കെ മേലിക്ക് വരെ അങ്ങനെയൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് സ്നേഹമില്ലാണ്ടോ നമുക്ക് അതൊന്നും അല്ല കേട്ടാ ഞാനത് ചെയ്യാത്തത്. ഞാനതിന് പറമ്പിൽ കളിക്കുകയാണെങ്കിൽ നായ്ക്കൾ വരാണെങ്കിൽ ഞാൻ തൊടില്ല. കാരണം എനിക്ക് കൈ കഴുകി സോപ്പിട്ട് കഴുകാനായിട്ട് എനിക്ക് അവിടെ സ്ഥലമില്ല. വെള്ളമുണ്ട്, അത് കൈ കഴുകാൻ സോപ്പൊന്നും അവിടെ ഇല്ല. അപ്പൊ നമ്മൾക്കാണെങ്കിൽ ഇവിടെ ബാക്കില് നമ്മുടെ അറയത്ത് ഹാൻഡ് വാഷ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഹാൻഡ് വാഷിൽ കഴുകിയിട്ടാവും പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഈ നായ്ക്കൾ വളർത്തുമ്പോ വൃത്തി എന്ന് പറഞ്ഞ സാധനം നമുക്ക് മസ്റ്റാണ്. അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് പിന്നീട് നമുക്ക് വരും, അലർജി ശ്വാസകോശത്തിലൊക്കെ. പൂച്ചയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. പൂച്ചയ്ക്കൊക്കെ രോമത്തിന് പുറമെ ഒരു ഡാൻഡ്രഫ് ഉണ്ടായിട്ടുണ്ട്, അത് ഭയങ്കര അപകടമാന്ന് പറയാ. കുട്ടികൾക്ക് പെട്ടെന്ന് അലർജി വരും. ശ്വാസകോശത്തിൽ ആ പൂച്ചകളുടെ ഒരു ഡാൻഡ്രഫ് പോയി കഴിഞ്ഞാൽ ഭയങ്കര അപകടമാന്ന് പറയുന്നുണ്ട്. അതുപോലെ പെൺകുട്ടികൾക്ക് ഒരിക്കലും ഈ പൂച്ചരോമം ശരീരത്തിൽ ചെല്ലാൻ പാടില്ല. അടുത്തത് ജോബ് വേക്കൻസീസ്. സീഡ്സിൽ ഫൈറ്റിക് ആസിഡ് ഉണ്ട്. ഇത് മറ്റ് ജേംസിൽ നിന്ന് സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. വെള്ളത്തിലിടുമ്പോൾ സീഡിന് അത് ജേർമിനേഷന് റെഡിയാവാൻ പോകാണെന്ന് കരുതി ഫൈറ്റിക് ആസിഡ് റിലീസാവുന്നു. ഗ്യാസ് ട്രബിൾ ഇഷ്യൂ വരുന്നത് ഈ ആസിഡ് കാരണമാണ്. എനിക്ക് ചില സമയത്ത് ഭയങ്കര അഭിമാനം തോന്നും നമ്മളുടെ അവരെ കമൻസ് വായിക്കുമ്പോൾ. എന്തൊരു അറിവുള്ളവരാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, എന്തൊരു കാര്യങ്ങൾ കൃത്യമായിട്ട്. ഞാനതിൽ ഡോക്ടർ എനിക്ക് വോയിസ് ഇട്ടതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരിയിൽ മുതിരയോ ചെറുപയറോ ചേർക്കുമ്പോൾ ഞാൻ ചോദിച്ചു മുളപ്പിച്ചിട്ട് എന്നെ ചേർക്കണം എന്നുണ്ടോ, അല്ലാണ്ട് നേരിട്ട് ചേർത്തുകൂടെന്ന് ചോദിച്ചപ്പോൾ മുളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിയിട്ട് ചേർത്തോളൂ. കാരണം
ഇത് പൾസസിൽ എന്താ പറയുക ഇതിൽ ഇതുണ്ടെന്ന് ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞു. ഞാനത് മറന്നുപോയി എന്ത് ആസിഡാന്ന്. അപ്പൊ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് എന്ത് ആസിഡാന്ന് ഡോക്ടർ പറഞ്ഞിട്ട് മറന്നുപോയി. അപ്പൊ അതാണ് പറഞ്ഞേക്കണേ കേട്ടാ. അപ്പൊ ഡോക്ടർ പറഞ്ഞ ആ ആസിഡ് പലർക്കും ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതില്ലാതിരിക്കാനായിട്ടുള്ള കാര്യം കണ്ട അതാണ്. അതായത് സീഡിനെ ജേംസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ആസിഡ്, അണുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കീടങ്ങളിൽ നിന്ന്. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പോൾ ഇത് ജെർമിനേറ്റ് ചെയ്യാൻ മുളയ്ക്കാൻ പോവാണെന്ന് വിചാരിച്ചിട്ട് ആ ഫൈറ്റിക് ആസിഡ് റിലീസ് ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ ഈ കുതിർത്തിയ വെള്ളവും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ ആ മറ്റേ ചെറുപയറിന്റെ വെള്ളം അതിലൊഴിച്ചു. വെള്ളം അരിയിൽ വെള്ളം കുറവായിരുന്നല്ലോ, അപ്പൊ വെള്ളം എടുക്കാൻ ഇങ്ങോട്ട് വരട്ടെ. അപ്പൊ എനിക്ക് എന്നിട്ട് രാജലക്ഷ്മി ചേച്ചി എന്നോട് പറഞ്ഞു, സരിതേ എന്ത് സാധനമായാലും വെള്ളം ഒഴിക്കൽ അത് എടുക്കുക, നമ്മൾ എത്ര കഴുകിയിട്ട് വെള്ളത്തിലിട്ടാലും ആ വെള്ളം ഉപയോഗിക്കാതിരിക്കോ, ആ വെള്ളം കളഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഈ ഫൈറ്റിക് ആസിഡ് റിലീസ് ചെയ്തത് ഈ വെള്ളത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ആ വെള്ളം ഉപയോഗിക്കുന്നത് ജോബ് വേക്കൻസീസ്. നല്ല അറിവുള്ള മനുഷ്യൻ. അതെ. അടുത്തത് സിജോ സോണി. ഈ അജു ചേട്ടന്റെ ഒരു കാര്യം, ഇത് 100% തവിടോട് കൂടിയ അരിയാണ്, 50% എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത്തിരി ഇങ്ങ് ഇട്ടേ നോക്കട്ടെ, ഞാൻ 100% എന്ന് പറഞ്ഞ്. അതല്ലേ ഞാന കടയില് കല്യാണി നിന്നാണ് പോയി വാങ്ങിച്ചേട്ടാ. പെൺകുട്ടി പറഞ്ഞു 100. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു 100% തവിടിന്റെ തരാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലണത്. അത് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഈ പാക്കറ്റുമ്പോ നോക്കി ഈ 50% എഴുതി നോക്കിയില്ല, ആ പെൺകുട്ടി നോക്കിയില്ല. അത് എനിക്ക് എടുത്തു തന്നു. ഞാനിത് കൊണ്ടുപോകുന്നു. കാരണം ഞാൻ ഇതിന് ഉള്ളിയോടെ നോക്കിയപ്പോ ഫുള്ള് തവിടായിരുന്നു കാണുന്നതേ. ഈ കളറ്, ഈ ഡ്രസ്സിന്റെ കളറ്, നമ്മുടെ രണ്ടുപേരും ഡ്രസ്സിന്റെ കളറ്. പറഞ്ഞോ, ബാക്കി പറയും. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ ഞാൻ തർക്കിച്ചു സരിയായിട്ട്. അതാണ് ഉണ്ടായത്. ഞാനത് അവിടെ കവറിലിരിക്കുന്ന കണ്ടപ്പോ എടുത്ത് നോക്കി. അപ്പൊ 50% കണ്ടു, വലുതാക്കിയിട്ട് എഴുതിയേക്കണത്. അത് 100% എന്ന് പറഞ്ഞിട്ട് 50% വാങ്ങിച്ചോണെന്ന് വിചാരിച്ചു. ചോദിച്ചില്ല ചേട്ടൻ്റെ അടുത്ത്. അടുത്ത് മൈ തോട്ട്സ്. സരിത, ഡോക്ടർ പറഞ്ഞതുപോലെ തേങ്ങയും ശർക്കരയും ചേർത്താൽ പായസം പോലെയാകും അല്ലേ ചേട്ടാ? അജു, ശരിയാ. അപ്പൊ സരിത, ചേട്ടാ എന്നാൽ നമുക്ക് തേങ്ങയും ശർക്കരയും ചേർത്താലോ? അജു, ഉവ്വ, എന്നാ പിന്നെ പായസം ഉണ്ടാക്കിയാ പോരെ, തേങ്ങ. സരിത പ്ലിങ്. അടുത്തത് രേഖ ശശികുമാർ. CID ഉണ്ണികൃഷ്ണൻ ഡയലോഗ് നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു. അതന്നെ. അടുത്തത് ധനരാജൻ. ഞാൻ ധനരാജൻ എഴുപ്പുന്ന. രാവിലത്തെ ചായ കുടിക്കുന്ന സമയത്താണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത്. പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്നുള്ള പറച്ചിലും കിടപ്പും കണ്ട് ഞാനും ഭാര്യയും ചിരിച്ചൊരു പരുവമായി. ആ ഭാഗ്യ വീഡിയോ അത് ആ നായ ചാർലി വന്നിട്ട് ഗേറ്റിന്റെ അപ്പുറത്ത് ഇങ്ങോട്ട് കെടുക്കണത്. ആ കെടുപ്പ് കാണണം നിങ്ങള്. ഞാൻ ചെല്ലണതേ കാരണം അവനറിയാൻ പിടിച്ചുകൊണ്ട് ചേട്ടന്റെ മുമ്പിൽ വന്ന് പെട്ടു. എന്താ ചെയ്യ? അടുത്ത് PVM റൂംസ്. ഇതെല്ലാം എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. 4 ഭാഗത്തു നിന്നും കുത്തുകൊടുത്ത് കാലുകൾ നേരെ നിർത്ത്. ആദ്യം ചെരിഞ്ഞ ഭാഗത്തെ കാലിന്റെ അടിയിലെ മണ്ണ് 2 അടി സ്ക്വയറിൽ താഴെ വരെ മാറ്റി കാലിന്റെ അടിയിൽ 12 mm കമ്പി ക്രോസ് ആയി 2-3 എണ്ണം വെൽഡ് ചെയ്തിട്ട് നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്യാം. അതുപോലെ എല്ലാ കാലും ചെയ്യാം. വേണമെങ്കിൽ ഓട് മാത്രം താഴെ ഇറക്കിയാൽ മതി. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അജു, നല്ലത് വരട്ടെ. അവരെ നേരെ നിർത്താം. നേരെ നിർത്തിയിട്ട് നല്ല കനത്തിൽ കോൺക്രീറ്റ് ചെയ്യാം. അടുത്ത് ഫിദ പ്രവീൺ. ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുന്നില്ല. വയനാട് ദുരന്തം നടന്നിട്ട് 1 വർഷം. എൻ്റെ ഫാമിലിയിൽ നിന്ന് 12 ആൾക്കാരാണ് പോയത്. എന്താണ് ചെയ്യുക? ഞാൻ വിഷമിച്ചിരുന്നു. നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ശരിയാ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുടുംബത്തിൽ നിന്ന് 12 പേര് പോയി. വേറെ കുടുംബത്തിൽ നിന്ന് 9 പേരെ പോയത്. അടുത്തത് അടുത്തത് അനുരാഗ്. ഈ വയസ്സാം കാലത്ത് ഡാൻസ് പാട്ടെല്ലാം പഠിച്ചു തുടങ്ങി. ഇത്രയും കാലം എവിടെയായിരുന്നു? അത് ഡാൻസ് പാട്ടൊക്കെ പഠിക്കാനൊക്കെ പ്രായപരിധി ഒന്നുമില്ല. എന്ത് സാധനം പഠിക്കാനും ഒരാളും പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. ഇതുവരെ പാടുള്ളൂ. ഗവൺമെന്റ് ജോലിക്ക് ഇപ്പോൾ നമുക്ക് ഏജ് അങ്ങനെ പറയും, ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സ് വരെ പാടുള്ളൂ. അല്ലെങ്കിൽ ഓരോ ജോലികൾക്ക് പറയും ഏജ് ഇത്ര വരെ. അല്ലാണ്ട് എന്തെങ്കിലും നമുക്ക് പഠിക്കാനൊന്നും ഒരു പ്രായമില്ല. പിന്നെ ഒന്നാമത്തേൽ ഞാനിത് പഠിച്ച് പെർഫോം ചെയ്ത് സ്റ്റേജ് ഷോകൾ നടത്താനൊന്നും വേണ്ടിയിട്ടൊന്നല്ല പഠിക്കണത്. പാട്ട് പഠിക്കുന്നത് ചേട്ടൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. ഡാൻസ് ഞാൻ വേറെ എനിക്ക് ശരീരത്തിന് ഒരു എക്സസൈസ് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ചിലവരുടെ ഡാൻസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, കളിക്കാനൊക്കെ തോന്നില്ല. ഇപ്പോൾ പിള്ളേർ റീൽസൊക്കെ ചെയ്യുന്ന കാണുമ്പോഴൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ സഞ്ജുവിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് പൊന്നൂസ് പഠിപ്പിച്ചു തന്നിട്ട് ഞങ്ങളെ കളിച്ചില്ലേ, ആ സമയത്തൊക്കെ തോന്നി. ഞാൻ എന്നിട്ട് പൊന്നൂസിൻ്റെ അടുത്ത് പറഞ്ഞു, പൊന്നൂസ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് വലിയമേനെ പഠിപ്പിക്കുന്നിട്ട് നമുക്ക് ചെയ്യാം. അവൾ റീൽസ് എപ്പോഴും ഇടണതാ, അവളും രാഗിയൊക്കെ കൂടിയിട്ടേ.
എന്നിട്ട് നമുക്ക് ചെയ്യാട്ടാന്നൊക്കെ അന്ന് പറഞ്ഞു. അന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഡാൻസ്. എല്ലാ ദിവസവും നമുക്കിതുപോലെ പഠിക്കണം, എല്ലാ ദിവസവും നമുക്കൊരു അല്ലജയുടെ ഫ്രണ്ടിൽ കൂടാം, എന്നിട്ട് നമുക്കിതുപോലെ എല്ലായ്പ്പോഴും ഓരോന്നോരോന്ന് ഇങ്ങനെ പഠിച്ചിട്ട് ചെയ്യണം കേട്ടാന്നൊക്കെ വലിയ ഇതിൽ പറഞ്ഞു കൊടുത്തു. അത് അവിടെ തീർന്നു അങ്ങനെ. അപ്പം അങ്ങനെ ചെയ്യണതാണ് ഇത് ഭയങ്കര. ഇപ്പം ഞാൻ എൻ്റെ ഡാൻസിൻ്റെ ചെയ്യണ കണ്ടാറ് ഞാൻ കറക്റ്റായിട്ട് എൻ്റെ പൊസിഷനൊന്നും കറക്റ്റ് അല്ല, ഞാൻ അരമണ്ഡലത്തിൽ ഇരിക്കണമൊന്നും ശരിയല്ല. ഇപ്പം രേഷ്മ ആയാലും ഞങ്ങൾ പ്രായമായ കുറച്ച് പേരുണ്ട്. ജയന്തി ചേച്ചിക്ക് എത്ര വയസ്സായി? ജയന്തി ചേച്ചിയൊക്കെ ഉണ്ട്. ജയന്തി ചേച്ചിയൊക്കെ ഉണ്ട്. ആളൊക്കെ ചെയ്തിട്ട് ഇപ്പൊ എന്തുട്ടിനെ പഠിച്ചിട്ട്. അപ്പോൾ എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പ്രായമായ ഒരു 5-6 പേരുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അവള് നല്ല ശരിക്കും കറക്റ്റ് അരമണ്ഡലത്തിലിരിക്കണം അങ്ങനെ പറയില്ലേ, നിങ്ങൾ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവണത്തിൽ ചെയ്യരുത്, റെസ്റ്റോ നിങ്ങൾക്ക് പറ്റാവുന്ന പോലെയുള്ള ഇതിലിരുന്നാൽ മതി. ചെറിയ കുട്ടികളുണ്ട്, അവരോട് കറക്റ്റായിട്ട് പറയും. അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മളത് ഒന്നും വിചാരിച്ചിട്ടല്ല. പിന്നെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചെറുപ്പകാലത്തിലൊന്നും പഠിപ്പിക്കാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അച്ഛൻ പറയും 3 നേരം ഭക്ഷണമാണോ നിങ്ങൾക്ക് തരുന്നത്, ഡാൻസും പാട്ടും പഠിപ്പിക്കാൻ വിടാന്നാണ് ചോദിക്കുക അച്ഛനെ. നമ്മൾ പറഞ്ഞിട്ടുമില്ല പഠിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഇന്നേ വരെ പറഞ്ഞിട്ടില്ലേ. കാരണം നമുക്ക് അവരെ അവസ്ഥ അറിയാം, അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ വളരണേ. അപ്പോൾ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഉള്ളിൽ ഒതുക്കും. പാട്ട് പഠിപ്പിക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ പാട്ട് പഠിക്കാൻ കഴിവുണ്ട്, പാട്ട് പഠിപ്പിക്കാൻ എന്തോരം കാശ് ചിലവ് വരും, ലക്ഷങ്ങളൊന്നും ചിലവില്ലല്ലോ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞാൻ കുഞ്ഞു തേര സമയത്തൊക്കെ പാടുമ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരന്മാരെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയും അച്ഛനോട്, നന്നായി പാടുണ്ടല്ലോടാ മോള്, എന്നെ പഠിപ്പിച്ചുകൂടെ. അപ്പോൾ ഇവിടെ അരി വാങ്ങിക്കാൻ കാശില്ലാണ്ടിരിക്കുമ്പോഴാണ് പാട്ട് പഠിപ്പിക്കില്ലെന്ന് പറയാം അച്ഛൻ. അങ്ങനെ അതെനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നിന്റെ പ്രായത്തിലൊക്കെ വേണമെങ്കിൽ മാസം 10-15 രൂപ 20 രൂപയ്ക്ക് ഫീസ് വരില്ല പാട്ട് പഠിപ്പിക്കാൻ അറിയോ. പക്ഷെ ഉണ്ടാവണ്ടേ പാവം അച്ഛൻ്റെ കയ്യിൽ. തറവാട് വീടായിരുന്നു ഞങ്ങളുടെ, അത് കാരണം ചിലവ് ഭയങ്കര കൂടുതലായിരുന്നു. വീട്ടിൽ ഇപ്പോഴും ആൾക്കാരുണ്ട്, ആരെങ്കിലുമൊക്കെ ഉണ്ട്, അമ്മായിമാരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ അച്ഛനമ്മാമ്മയുണ്ട് വീട്ടിൽ. അപ്പം അച്ഛൻ്റെ ഒരു വരുമാനം കൊണ്ട് എല്ലാം കഴിയണ്ടേ. അമ്മയ്ക്കാണെങ്കിൽ എന്നോ അസുഖം അങ്ങനെയൊക്കെ ഇട്ട്, അതുകൊണ്ടാ എന്നെ പഠിപ്പിച്ചില്ലല്ലോ എന്ന് പറയാനും. ഇപ്പോഴായിരിക്കും അതിന് സമയമല്ല, അതിന് അതിൻ്റെതായ സമയം ഉണ്ടല്ലോ. അല്ലാണ്ടൊന്നല്ല കേട്ടാ. രാസിലുലു അജു തെങ്ങിൻ തടത്തിൽ പയർ നടന്ന സൂപ്പർ. 2 കാര്യം, പയറും കിട്ടും, തെങ്ങിന് നൈട്രജനും കിട്ടും. പണ്ട് കാലത്ത് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും തെങ്ങിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പയർ നടന്ന് കണ്ടിട്ടില്ല. വലിയ തെങ്ങും തോട്ടത്തിലേ ഒരു നീളത്തിലുള്ള ഒരു ഭയങ്കര നീളത്തിൽ അങ്ങനെ കാട് പോലെ പിടിക്കും പയറ്. അത് കാട്ടുപയർ പോലത്തെ സാധനമാണ്. അതിങ്ങനെയുണ്ട്. നമ്മളെ ഈ വേനൽക്കാലത്ത് നെൽകൃഷി വർഷകാലത്ത് നെൽകൃഷി കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെല്ലും കണ്ടങ്ങൾ അതിലിങ്ങനെ പാവി കൊടുക്കും പയറ്. അതിലിങ്ങനെ കാട് പിടിച്ചു വരും. ഈ സാധനം ഭയങ്കര ഉയരത്തിൽ വരും. പയറുണ്ടാവില്ല, അത് ഈ വളമാണ്, നൈട്രജൻ കിട്ടാൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചേരപ്പാമ്പുകളായിരിക്കും. ചേരപ്പാമ്പുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു ആ സമയത്ത്. ചേരപ്പാമ്പുകളും ആയിരുന്നു നമ്മുടെ ഇവിടെ കൊല്ലാമ്പൻ്റെ ശ്രീധരേട്ടൻ ഇന്നാണ് ആദ്യമായിട്ട് ഈ പാടത്ത് അങ്ങനത്തെ പയർ കൊണ്ടുവന്ന് വിതച്ചത്. എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാക്ടർ കൊണ്ട് പൂട്ടി കൊണ്ടിട്ട് ഇതന്നെ ഇതിലേക്ക് തന്നെ നെൽകൃഷിയുടെ ടൈം വരെ അത് നിൽക്കും. അത് കഴിയുമ്പോൾ ഇത് വീണ്ടും ചേർക്കാം. അത് പച്ചില വെള്ളത്തിന് പിന്നെ പോകേണ്ട ആവശ്യമില്ല, നൈട്രേറ്റും കിട്ടും. അങ്ങനെ ഗുണമുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തിരുന്നു അന്നൊക്കെ. അപ്പോൾ ഇത് രാസിലൂല് പറഞ്ഞത് ശരിയാണ്. അടുത്ത് ദർശന പ്രദീപ്. റാഗി ആൻഡ് വീറ്റ് വെർമിസെല്ലി ഉപ്പുമാവ് സൂപ്പർ. ഞാൻ ഉണ്ടാക്കാറുണ്ട്. ലാസ്റ്റ് കുറച്ച് തേങ്ങ ചെറുകിയത് കൂടി ഇട്ടാൽ അടിപൊളിയാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടും, ഗ്രീൻ പീസ് ഇടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിറച്ചിടും അമ്മ. നാളികേരം ചെറുകിടും. ബെസ്റ്റ് ഉപ്പുമാവാണ്. അതൊന്നും ഇട്ടില്ലെങ്കിലും നല്ല രസമാണ് കഴിക്കാം. അടുത്ത് ഡാലിയ സാബു. ഗുഡ് മോർണിംഗ് അജൂസ് വേൾഡ്. കുറേ ആയി കമന്റ് ഇട്ടിട്ട് സേമിയ ഉപ്പുമാവ് കഴിച്ചിട്ടില്ല ഇതുവരെ. ഇനി സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ കിട്ടുമോ എന്ന് നോക്കാം. എന്ത് ചെയ്യാം, കൊതിപ്പിച്ചില്ലേ. ഞാൻ കിളച്ചു മറിക്കും എന്ന് പറഞ്ഞപ്പോഴേ വിചാരിച്ചു ഒന്നും നടക്കാൻ പോണില്ല എന്ന്. എന്നും വായ കൊണ്ടുള്ള കിളയ്ക്കൽ മാത്രം നടന്നു. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അജു ചേട്ടൻ ഇപ്പോൾ വെള്ളിപ്പറച്ചിൽ കൂടി വരുന്നുണ്ട്. തെറ്റി പറഞ്ഞിട്ട് അത് ആവർത്തിച്ച് പറഞ്ഞ് ഒറ്റയ്ക്ക് ചിരിക്കുന്നു. ഇത് മാറ്റാൻ ശ്രമിക്കി. വല്ലപ്പോഴുമാണെങ്കിൽ ചിരിക്കാം, ഇത് ബോറാകുന്നു. അയ്യോ, ബാക്കിയുള്ള ഞാൻ എടുത്തിട്ടില്ലേ, ബാക്കിയുള്ള കിട്ടിയിട്ടില്ല. അത്ര വരെ കിട്ടിയിട്ടുള്ളൂ, സോറി. അതുവരെ ഉള്ളൂ. ആ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. എന്ത് അല്ല, ഇങ്ങനെ തെറ്റി പറഞ്ഞിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടേ? അതല്ല, അത് ചേട്ടന് വരുന്ന സാധാരണ സംസാരിക്കുമ്പോൾ വരുന്നതാ. അത് ചില സമയത്ത് വെപ്രാളം കൂടുമ്പോഴേ വെപ്രാളം കൂടുമ്പോൾ ഞാൻ കൂടെ ഉള്ളപ്പോഴാണല്ലോ കൂടുതൽ ഈ വെള്ളി വരണേ. അത് ചേട്ടന് പേടിയുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് കയറി സംസാരിക്കാവോന്ന് ഉണ്ടാ.
അല്ല എനിക്കറിയില്ല, ഞാൻ പ്ലാൻ ചെയ്തിട്ട് എനിക്ക് പറയാൻ വെള്ളി എന്ന് പറഞ്ഞ സാധനം നമുക്ക് പ്ലാൻ ചെയ്തിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. തന്നെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണല്ലോ. നമ്മൾ ഉണ്ടാക്കി തെറ്റിക്കുകയാണെങ്കിൽ അത് ശരിക്കും മനസ്സിലാവും. പിന്നെ ഒറ്റയടിക്ക് മനസ്സിലാവും ഉണ്ടാക്കി പറയുന്നതാണെങ്കിൽ. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ ഞാൻ വീണ്ടും എടുത്ത് പറയണ്ടെങ്കിൽ പിന്നെ അത് സോറി, ഇനി ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാം. പക്ഷെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്നറിയോ, വെള്ളി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല എൻ്റെ ഇതില് വീഡിയോയില്. പിന്നെ ഇനി ഞാൻ ശ്രദ്ധിച്ച് വർത്താനം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വെള്ളി എന്ന് പറഞ്ഞ സാധനം എനിക്ക് അതൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ പോരെ. ഇപ്പൊ ഞാൻ ഈ വെള്ളി പറഞ്ഞു, ഞാൻ വീണ്ടും എടുത്ത് റിപ്പീറ്റ് ചെയ്യുന്നത്, അത് എഡിറ്റ് ചെയ്ത് ആ ഭാഗം എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ വെള്ളി എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. മനസ്സിലായി. അടുത്ത് ജിബി ജേക്കബ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നോട് ദേഷ്യം തോന്നുന്നു. അത് എപ്പോഴും സരിതയുടെ അച്ഛനും അമ്മയെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ പോരെ, അതാണ് സന്തോഷവും കേൾക്കാൻ രസവും. ഞങ്ങൾ രണ്ടു കൂട്ടർക്കും അച്ഛനും അമ്മയും ഇല്ല. അതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛ അമ്മയെന്ന് വിളിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വാത്സല്യം നിസ്സാരമല്ല. കുറ്റപ്പെടുത്തി പറയുന്നതല്ല, എനിക്ക് മനസ്സിൽ തോന്നി പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് അമ്മയുടെ രോഗം പെട്ടെന്ന് മാറുന്നതിനായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ലവ് യു ഓൾ. സരിതയുടെ അച്ഛനമ്മ എന്ന് പറയാനായിട്ട് പറഞ്ഞു ചേട്ടന് ശീലായി. അല്ല, അതെന്തുകൊണ്ടാണെന്നറിയോ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവാം, കുറേ കാലങ്ങളായിട്ട് കാണുന്നവർ. കുറേ കാലങ്ങളായി കാണുന്നവർക്ക് ചിലപ്പോൾ ഈ സരിതയുടെ അച്ഛനമ്മ എന്ന് പറയേണ്ട ആവശ്യമില്ല, അച്ഛനമ്മ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. ആ സമയം ആദ്യമായിട്ടാണ് അജുവിൻ്റെ അച്ഛനമ്മയാണത് അത് ചോദ്യം. അപ്പോൾ അങ്ങനെ പറയുന്നവരുണ്ടെന്ന്. ഇപ്പോൾ ഈ ചില വീഡിയോകളിലൊക്കെ കണ്ടില്ല, ഇതാരാണെന്ന് നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ ചോദിക്കില്ലേ, നമ്മൾ സ്ഥിരമായിട്ട് ഇതാരാണെന്ന് ചോദിക്കില്ല. ഇമ്രാനും ചാർലി, ആരാണ് ചാർലി, ആരാണ് ഇമ്രാൻ, അങ്ങനെയൊക്കെ ചോദ്യം. അല്ല, അങ്ങനെ ഉദാഹരണം ഞാൻ പറഞ്ഞാണ്, അങ്ങനെയൊക്കെ വരാന്ന്. അതുകൊണ്ട് കൂടിയിട്ടാണ് ഇനി നമ്മളിപ്പോൾ അതിന് സീരിയസ് ആയിട്ട് കാണുന്നല്ല. ഇപ്പൊ സരിത അച്ഛനമ്മേൻ്റെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മയും മരിച്ചു പോയി തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്ത് വായിക്കട്ടെ. തങ്കമണി വിജയൻ. നിങ്ങളുടെ എല്ലാ വീഡിയോയിലും എന്തെങ്കിലും ശരിയാൻ കാണും. സരിത ജോലി ചെയ്യുന്നിടത്ത് നിന്ന് വിളിച്ചു വരുത്തിയിട്ട് സരിത പറയുന്നത് ഒന്നും കേട്ടില്ല. സരിത തിരിഞ്ഞ് നടന്നു പോയപ്പോൾ എനിക്ക് ചിരി വന്നു. പിന്നെ എപ്പോഴും സരിതയോട് പാട്ട് എന്ന് പറയുന്ന അജു, സരിത നമുക്ക് രണ്ടുപേർക്കും കൂടി പാടാമെന്ന് പറഞ്ഞിട്ട് അജു മൈൻഡ് ചെയ്തില്ല. രണ്ടുപേരുടെയും പാട്ട് പാടാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ഇനി എൻ്റെ റിമിയെ പാടാൻ അനുവദിച്ചില്ലെങ്കിൽ ബാക്കി ഞാൻ അപ്പം പറയാം. അതേനെ ഞാൻ ഈ കാര്യം പറഞ്ഞിങ്ങനെയാണ് വരാണ്. അപ്പോൾ സരിത പറയണ പാട്ട് പാടാന്ന് പറയണ്ട, പക്ഷെ എനിക്ക് കേൾക്കണില്ല, ദൂരണ്ട്. സരിത പറയേണ്ട പാട്ട് പാടാന്നല്ലേ, മനസ്സിലായി? ഡ്യൂയറ്റ്, പ്രണയഗാനം പാടാന്ന് പറഞ്ഞപ്പോ ചേട്ടൻ പറ, ഇനി എനിക്കല്ല പ്രണയം എന്ന് പറഞ്ഞില്ല ചേട്ടാ. അപ്പന്നെ ഞാനത് കേൾക്കണില്ലേ. എന്നിട്ടാണോ ഇങ്ങനെ പറഞ്ഞ ഗ്യാസും കുറ്റിക്ക് ഗ്യാസ് അടുപ്പിനോടെ പ്രണയം നോക്കി പ്രണയം കേട്ട് പാട്ട് പാടും. അതൊരു കുഞ്ഞൊരു ഓണര പോലെ ഉറുമ്പ എന്നിട്ട് കടിച്ചൂലോ. അടുത്തത് മിൻഹരി. ഹായ് അജേട്ട സരിതേച്ചി. നെക്സ്റ്റ് കമന്റ് റീഡിംഗ് സെക്ഷനിൽ കമന്റ് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ വരണം എന്ന് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്നു. എന്റെ നാട് എടപ്പാളാണ്, ബട്ട് സെറ്റിൽഡ് ഇൻ കൊച്ചിൻ. നാട്ടിലേക്ക് പോണ വഴി ഒരു വട്ടം എന്തായാലും വരാം കേട്ടോ. അനിലൻ ചേട്ടനെ കാണാനും ആഗ്രഹം തന്നെയാണ്. വെർമിസെല്ലി ഉപ്പുമായിൽ ക്യാരറ്റ് ഗ്രേറ്റഡ് ആൻഡ് ഗ്രീൻ പീസ് വേവിച്ചു കൂടെ ഇടുകയാണെങ്കിൽ വേറെ ലെവലാണ് കേട്ടാ. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞില്ല, അമ്മ അങ്ങനെ ഉണ്ടാക്കുക, എന്റെ അമ്മ അങ്ങനെ ഉണ്ടാക്കുക. എടപ്പാള് ആ വഴിക്കാ പോകാന്നോണ്ടില്ല, കൊടുങ്ങല്ലൂര്, തൃപ്രയാറ്, വാടാനപ്പള്ളി, ചാവക്കാട് ബോർഡ് വായിക്കണ പോലെ ഉണ്ടല്ലോ. മറ്റേ പൊന്നാനി, എടപ്പാള് അങ്ങനെയാ പോകണ്ടാവല്ലേ. അടുത്തത് കളികളെ കുറിച്ച് യാതൊരു ബോധവും. ഞാൻ നിന്റെ അടുത്ത് നിന്ന് ചോദിക്കേണ്ട ആവശ്യം. ചേട്ടതുപോലെ വല്ലോടത്ത് പോവാൻ നിൽക്കുമ്പോ സരിത നമുക്ക് ഈ വഴിക്ക് പോണോ അത് ആ വഴിക്ക് പോണോ, ഈ രണ്ടു വഴി എനിക്കറിയില്ല എന്നിട്ട് എന്റെ അടുത്ത് ഞാൻ ചോദിക്കാം എന്നോടാ. ചേട്ടാ അത് പറയണം എന്നോട്. അല്ല ഏതെങ്കിലും വഴിക്ക് അപ്പൊ എപ്പോഴെങ്കിലും ഇതിലെ വരുമ്പോ എന്തായാലും വിളിച്ചിട്ട് വന്നോളൂ, ചിലപ്പോ നമ്മളോട് ഉണ്ടാവില്ല ചേട്ടാ. അടുത്തത് KA ജോയ് കള്ളിക്കാടൻ. അച്ഛന് തല മാത്രം പോരാ, സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, വീഡിയോയും കാണണം. അജു ഇന്നെന്റെ മമ്മുക്ക. അടുത്തത് അർജുൻ DK. നമസ്കാരം അജു ചേട്ടാ, സരിതേച്ചി, ജഗ്ഗുന്ന് കൃഷിസ്ഥലത്തെ കാഴ്ചകളും മധുരക്കിഴങ്ങ് നടന്നു എല്ലാം കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. കൂടാതെ റാഗി സേമിയയും ഗോതമ്പ് സേമിയയും ചേർത്ത് തയ്യാറാക്കിയ രുചികരമായ ഉപ്പുമാവിൻ്റെ റെസിപ്പി അറിയാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. അമ്മയുടെ കാലിൻ്റെ വേദന എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ വളരെയേറെ ഇഷ്ടമായി. ഹാവ് എ നൈസ് ഡേ. സന്തോഷം. അമ്മയുടെ വേദനയൊക്കെ കുറഞ്ഞു കൂട്ടാ, ഇപ്പോൾ അത്യാവശ്യം നടന്നു തുടങ്ങിയിട്ടുണ്ട് ആള്. അടുത്തത് വ്ളോഗ്സ് ബൈ സിന്ധു. ഹായ് ജിജേട്ട, സരിതേച്ചി.
ഹായ് ഈ കാലാവസ്ഥ കണ്ടിട്ട് പ്രണയം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് സരിത ചോദിച്ചപ്പോൾ പറയാ ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ, ഗ്യാസും കുറ്റിക്ക് അടുപ്പിനോട് പ്രണയം പ്രണയത്തെ പറ്റി പറഞ്ഞാലും തെന്നി മാറും അജു ചേട്ടൻ, പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നി സരിത അത് വിട്ടു. എന്തായാലും ഉപമ പറഞ്ഞു. എന്നാൽ അജുവിന് സരിതയോട് എന്ന പോലെ എന്ന ഒരു ഉപമ വന്നതുമില്ല. അച്ഛനെ വീഡിയോയിൽ കാണിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ വന്നില്ല. പോട്ടെ, സാരമില്ല. ഉപ്പുമാവ് സൂപ്പർ. ഒരുപാട് സ്നേഹത്തോടെ സിന്ധു തൊടുപുഴ. ഇപ്പോഴത്തെ കാലാവസ്ഥയും വളരെ മനോഹരമാണ്. ഇപ്പോഴായാലും പാട്ട് പാടാം. എന്ത് രസം എന്നറിയോ ഇപ്പോഴത്തെ കാലാവസ്ഥ. നല്ല ഇവിടെ ഏതോ ഒരു നമ്മൾ ഈ മൂന്നാർ പോയിട്ടിരിക്കുന്ന പോലെയല്ല പറയാ എന്ന് പറയാ ഈ സ്ഥലത്തിന്റെ ഇങ്ങനത്തെ ഇതിന് നല്ല ഇളം കാറ്റും നല്ല രസമുണ്ട്, പച്ചപ്പും. വെയിലെന്ന് പറഞ്ഞ സാധനമില്ല, അനുഭവിക്കാൻ യോഗം കിട്ടിയ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാര്. അതെ. ഷീജ മോഹൻദാസ്, അജു സരിതയെ കൃഷിസ്ഥലം സൂപ്പറാകുന്നുണ്ട്. പിന്നെ അജുവിനെ സരിത അടുത്തുണ്ടെങ്കിൽ വർത്തമാനം പറയലും ജോലിയും നടക്കും. അതുകൊണ്ടാണ് സരിതയോട് അവിടെ പാചകം ചെയ്യാൻ പറഞ്ഞത്. അതെല്ലാ ഭർത്താക്കന്മാരുടെയും സ്വഭാവമാണ്. അവർക്ക് ഒരു പ്രത്യേക എനർജിയാണ് നമ്മൾ അടുത്തുണ്ടെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞത് സരിതയോട് എന്നാണ് തിരുത്തി വായിക്കണം. അവർക്ക് എനർജി ഉണ്ടാവണമെങ്കിൽ അവർക്ക്, അതായത് ഭർത്താക്കന്മാർക്ക് ഭാര്യയോട് ഇഷ്ടം കൂടി ഉണ്ടാവണം. എന്നാലാണ് അത് നല്ല ഭാര്യമാരാവണം. അപ്പോഴാണ് ഭർത്താക്കന്മാർക്ക് ഇഷ്ടം തോന്നുള്ളൂ. സൗകര്യം കൊടുക്കാത്ത ഭാര്യയാണ് അയ്യോ എവിടേക്കേലും പൊക്കോട്ടെ ഇങ്ങോട്ട് വരണ്ടെന്നല്ലോ വിചാരിക്കുക. അങ്ങനെയുണ്ട്. എനിക്ക് ഇവിടെ നമ്മള് പണിയെടുക്കുമ്പോ ഫുൾ ടൈം അവിടെ ഉണ്ടാവണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ പണികള് നടക്കും. ഒന്നും ചെയ്യണ്ട, വെറുതെ അവിടെ. അത് അല്ല ചേട്ടൻ പണിയെടുക്കുമ്പോ അങ്ങനെയാ, ചേച്ചി അടുത്ത് വെറുതെ ഇങ്ങനെ നിൽക്കും. ഷിജി പുന്നോക്കിൽ, ഹായ് ഡിയേഴ്സ്. കൃഷിയും കൃഷിത്തോട്ടത്തിലെ കുക്കിംഗ്, അജു ചേട്ടൻ്റെ സോങ്, പിന്നെ ചീവിടൻ്റെ നാദം എല്ലാം കൂടെ വീഡിയോ പൊളിച്ചു. സരിതേച്ചി പ്രണയഗാനം ഡ്യുവറ്റ് പാടാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചു. അജു ചേട്ടനോട് തെറ്റി ഞാൻ. ഇനി എനിക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പ്രണയഗാനം പാടിത്തരണം പ്ലീസ്. പിന്നെ ചേച്ചി, ഞാൻ വെറുമിസലി ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ അതിൽ ക്യാരറ്റ് തേങ്ങയൊക്കെ ചേർക്കും. നല്ല ടേസ്റ്റാണ്. അച്ഛനെ അമ്മയെ ഒന്ന് കാണിക്കണം കേട്ടോ. അമ്മയ്ക്ക് സുഖമായോ? അച്ഛനെ അമ്മേനെയും കാണിക്കാട്ടോ. അവരെ ഉഷാറായിട്ട് കാണിക്കാന്ന് വെച്ചിട്ടാ. അച്ഛൻ ഇപ്പം ഇവിടെ ഇല്ല. അച്ഛൻ എല്ലാ ദിവസവും വരാറില്ല. അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്കിപ്പോൾ ഉഷാറായി വരുന്നുണ്ട്. അപ്പം അതൊക്കെ പിടിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മുന്നേ കാല് നിലത്ത് വയ്ക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പം ഒന്ന് ബാത്റൂമിലേക്ക് ഒന്ന് പിടിച്ച് നടക്കാം. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വീഡിയോ കാണിക്കണ്ടായിരുന്നു. അമ്മേനെയൊക്കെ സരിത കൊണ്ടുപോയതേ ഇവിടുന്ന് ഞങ്ങൾ കസാരയിലൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുപോയത്. മറ്റേ ബിനുവിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 4 പേര്. അതൊക്കെ ശരിക്കും വീഡിയോക്കെ വേറെ വല്ലതൊക്കെ വീടിയിട്ട് സരിത അമ്മേനെ പോലെ എന്തൊരു ഭംഗിയായിട്ട് നോക്കണത്. ഇതുപോലൊരു മോളെ ഈ ജന്മത്തിൽ കിട്ടിയ സുഹൃതം ചെയ്ത അമ്മയും അച്ഛനും ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കമന്റുകൾ ചെയ്യായിരുന്നു. ആ വീഡിയോക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എവിടേക്ക് കൊണ്ടുപോകണത്. എന്താ റിയാസ് സൂചിച്ച ഇല്ല, മഴ വരുമ്പോഴേക്കും നമുക്ക് അവസാനിപ്പിക്കാം. റിയാസ്, അജു ഊഞ്ഞാലിലാടി പാട്ടും പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഉമ്മർത്തിരുന്ന സരിതയുടെ അമ്മ അച്ഛനെ വിളിച്ചു. എന്നെ ഒന്നകത്തേക്ക് തന്നെ കയറ്റി തന്നേ. വേദനയുടെ കൂടി ഈ പാട്ടും കൂടി കേട്ടിരിക്കാനുള്ള ശേഷി എനിക്കില്ല. വേദന പിന്നെയും സഹിക്കാം, പക്ഷെ ഈ പാട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അപ്പൊ കേശവേട്ടൻ, എടീ അവൻ അവിടെ നിന്ന് പാട്ട് പാടുന്നത് കേട്ടപ്പോഴേ ഞാൻ കുടിലേക്ക് ഓടിപ്പോയി. അയ്യോ. അടുത്തത് ശ്രീദേവി സുരേഷ്, ഇന്നത്തെ വീഡിയോ കലക്കി. ചേട്ടൻ്റെ ഓരോ ഡയലോഗുകൾ കേട്ട് കുറേ ചിരിച്ചു. ചേട്ടന് പ്രണയം തോന്നുന്നു എന്ന് പറയുന്നത് കേട്ടപ്പോൾ പാവം സരിത കുട്ടി സന്തോഷിച്ചു. ചേട്ടൻ്റെ മറുപടിയാണ് അപാരം. ഗ്യാസും കുറ്റിക്ക് അടുപ്പിനോട് ഉപമകൾ കൊള്ളാം. കുറേ ചിരിക്കാറായി. ജഗ്ഗൂട്ടൻ ക്ഷീണിച്ച പോലെ. മുടി നന്നായി വളർന്നിട്ടുണ്ട്, കുറച്ച് വെട്ടിക്കളയൂ. ചേട്ടന് സരിതകുട്ടിയോടുള്ള പ്രണയം ആ പാട്ടിലൂടെ മനസ്സിലായി. ജഗ്ഗുൻ്റെ മുടി വെട്ടി, ആ മുടി വളർന്നിരിക്കുമ്പോൾ ഒരു ക്ഷീണം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഇന്ന് SPC ഇതിനാണേ ഓഗസ്റ്റ് 2-ാം തീയതി. അപ്പൊ അവർക്ക് രാമവർമ്മപുരം പോലീസ് ക്യാമ്പ് ഉണ്ടല്ലോ, അവിടെയാണ് പരേഡ്. അപ്പൊ 3-4 ദിവസമായിട്ട് അതിന്റെ ഇതൊക്കെ നടക്കുക, ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ അവർക്ക് മുടി വെട്ടണമായിരുന്നു. അപ്പൊ മുടിയൊക്കെ വെട്ടിയ ആള് ചുള്ളനായി. അപ്പൊ ഇന്നായിരുന്നു, അന്ന് പോയി കഴിഞ്ഞു, പരേഡ് കഴിഞ്ഞു. അടുത്തത് ആൻ, കണ്ടന്റ് ഷോർട്ടേജ് ഉണ്ട്, പഴയ പോലെ സീരിയസ് അല്ല, ഒരു കാട്ടിക്കൂട്ടൽ. ഇഫ് യു ഗെറ്റ് ബോർഡ് ചേഞ്ച് യുവർ സ്റ്റൈൽ. ട്രാവൽ വ്ളോഗ് ചെയ്യൂ. ഓപ്പോസിഷൻ ഈസ് സ്ട്രോങ്. നമ്മുടെ തന്നെയുള്ളൂ. നമ്മുടെ കയ്യിൽ കണ്ടന്റ് ഒന്നും ഇല്ല. കണ്ടന്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ ഞങ്ങളോട് പറയണത് നിങ്ങൾ എന്തെങ്കിലും വർത്താനം പറഞ്ഞ് വീഡിയിട്ടാൽ മതി എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രേക്ഷകര്. അപ്പൊ ഇവര് നമ്മളെ അധികം അറിയില്ല. കാട്ടിക്കൂട്ടലാണ് ഇപ്പോഴത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ വേറെ ചാനൽ പോയി കാണാം. അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിൽ എന്തോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത് തന്നെയല്ലേ, നമുക്കിനി എന്താ ചെയ്യാൻ പറ്റാ? ലക്ഷക്കണക്കിന് ചാനലുണ്ട്. ഈ ഓപ്പോസിഷൻ ട്രാവൽ വ്ളോഗ് ചെയ്യാൻ നമ്മൾ കുട്ടി സ്കൂളിൽ പോണതാണ്. അപ്പൊ അവനിട്ടിട്ട് നമുക്ക് ട്രാവൽ പരിമിതികളുണ്ട്, നമുക്ക് പറ്റില്ല.
നോ പൊസിഷൻ ഈസ് സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ടാണ് അത് എന്താണ് അർത്ഥമാക്കുന്നത് മനസ്സിലായില്ല. ഞാൻ രഹസ്യമായിട്ട് പറയുന്നുണ്ട് ചെവിയില്, എന്നിട്ട് നമ്മുടെ കുടുംബക്കാരെ ചാനലിനെയാണ് പറയുന്നത് ഓപ്പോസിഷൻ സ്ട്രോങ് എന്ന്. മനസ്സിലായ? അത് അവര് ഞങ്ങൾക്കൊരു എതിരാളികളല്ലേ. അത് പറയണ അത് പറഞ്ഞുകൊണ്ട് കുഴപ്പം. അത് അതിപ്പോ ഇതില് പറഞ്ഞല്ലേ, നമ്മുടെ ഇതില് കമന്റില് എന്നിട്ട് ഓപ്പോസിഷൻ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ടേ. അപ്പൊ അത്രേ ഉള്ളു. അവര് അവരെ വഴിക്ക് പോകണം, ഞങ്ങളുടെ വഴിക്ക് പോകണം, അത്രേ ഉള്ളു കേട്ടോ. എത്രയോ ചാനലുകളുണ്ട് ഈ ലോകത്തില്. അപ്പൊ അതില് നമുക്ക് ഒരു എതിരാളികള് അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. ഞങ്ങൾ അവരെ കാര്യത്തിൽ ഇടപെടാനായി പോകണില്ലേ. അടുത്ത് അലിമോൻ, അച്ഛന് നേരം പോകാൻ അമ്മയുണ്ടല്ലോ, ആ ഡയലോഗ് അടിപൊളി. അത് കേട്ടപ്പോൾ സരിതയുടെ ആ ചിരി അതിലും അടിപൊളി. മധുരക്കിഴങ്ങ് വള്ളി നടുമ്പോൾ 1 മീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് തിരികെ പോലെ ചുരുട്ടി നടുക. കിഴങ്ങ് കൂടുതൽ ലഭിക്കും. ഏട്ടന്മാരോടും ഈ വിവരം പറയുക കേട്ടോ. അടുത്ത് ബിന്ദു MK, മരത്തിന് അജുചേട്ടനോട് പ്രണയം, അതാണ് മരത്തിൽ നിന്ന് എന്തോ തലയിൽ വന്ന് വീണത്. തലയിൽ വന്ന് വീണു. അടുത്തത് ഷാജിദ നെബിൽ, അജുചേട്ടൻ ഊഞ്ഞാലാടുന്ന് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞ പോലെ സരിത പറഞ്ഞു, ഇന്നസെന്റ് ചേട്ടൻ ആടുന്ന പോലെ ഉണ്ടെന്ന്. ഉപ്പുമാവ് സൂപ്പറായിട്ടുണ്ട്. അടുത്തത് രാജ്കുമാർ, അതന്നെ നമ്മുടെ വീഡിയോ കാണണം, അല്ലാതെ സദാസമയം ദേശാഭിമാനി വായിച്ചുകൊണ്ടിരുന്ന പോരാ, അജു കലക്കി. സരിതക്കുട്ടിക്ക് ആദ്യമായി ഉത്തരം മുട്ടി, പാവം. ഞാൻ പറഞ്ഞ ശരി തന്നെയല്ലേ. അടുത്തത് ഷൈജ സുരേഷ്, ഞാൻ ആദ്യം കണ്ടത് സരിതയുടെ മാത്സ് ക്ലാസ് ആയിരുന്നു. എനിക്ക് മാത്സ് ക്ലാസ് ഒരുപാട് ഉപകാരപ്പെട്ടു. എൻ്റെ മകൾ 6th ക്ലാസ്സിൽ നിന്നും 7th ക്ലാസ്സിൽ വന്ന സമയമായിരുന്നു. അവൾ 6th വരെ CBSE സിലബസ് ആയിരുന്നു. 7th സ്റ്റേറ്റ് സിലബസിലേക്ക് മാറ്റി. അപ്പോൾ മകൾ എപ്പോഴും സരിതയുടെ ക്ലാസ് കണ്ടിരുന്നു. സരിത എക്സാം ദിവസം വരെ രാവിലെ വരെ ക്ലാസ് ഇട്ടിരുന്നു. അവൾക്ക് എപ്പോഴും മാത്സിൽ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. മാത്സ് ഇഷ്ടമില്ലാത്ത എൻ്റെ മകൾ പിന്നെ മാത്സ് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ അവൾ BSc മാത്സ് 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. സരിതയെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കണ്ട കേക്ക് ഞാൻ പറയല്ലേ, ഇവൾക്ക് കുറെ കഴിവുകളുണ്ട്. എന്നിട്ട് വേറെ ആളുകളോട് താരതമ്യം ചെയ്യാൻ പറയും, അവരെ കണ്ടുപിടിക്കാൻ പറയും. സരിതയ്ക്ക് എന്തിനാ ആരെയും കണ്ടുപിടിക്കുന്നത്? പാട്ടറിയാം. അയ്യോ അങ്ങനെയൊന്നും പറയരുത്, എനിക്കത് ഇഷ്ടമില്ല ഇങ്ങനെ കേൾക്കണത്. ഇപ്പം എന്തായാലും മാത്സ് ക്ലാസ് മകൾക്ക് ഉപകാരപ്പെട്ടു. മാത്സ് ഇഷ്ടമില്ലാണ്ടെന്ന് ആള് BSc മാത്സിന് പഠിക്കണമെന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്കത്. അത് മതി, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് മതി. അടുത്ത് മറിയം ജോർജ്, അജു സെറ ജഗുമോൻ, ഇന്നത്തെ ഫിഷ് കറിയെ നോൺ വെജ് സാമ്പാർ. അയ്യോ അത് ഭയങ്കര ഒരു വീഡിയോ ആയിരുന്നു കേട്ടത്. ഞാൻ പറയാം, ഫിഷ് സാമ്പാർ എന്ന് പറയാം അല്ലേ. ഫിഷ് കറി ശരിയായില്ലെങ്കിലും നിങ്ങളുടെ സംസാരം കഥകൾ കേട്ടിരിക്കാൻ രസമല്ലേ. ഇന്ന് സരിത ഒരു പാട്ട് പാടിയിരുന്നെങ്കിൽ ഉറക്കം പോയി ഉഷാറായേനെ. ചാർലി, ഞാനും അതിൽ ചാടാൻ മോശമല്ല എന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അമ്മ സുഖമായിരിക്കുന്നോ? ലവ് യു ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ. നമ്മളാ മീൻകറി ലക്ഷ്മി നായർ മീൻകറി വെച്ച് അവരുടെ കമന്റ്സ് വായിക്കാം. അതെ, കുറെ പേര് ലക്ഷ്മി നായർ നമ്മൾ അപമാനിച്ചു എന്ന് പറഞ്ഞു, അതുപോലെയാണ് വിചാരിച്ചേക്കണേ. അപ്പം അത് പറയട്ടെ. റഫീഖ്, ഞാനും അജുവേട്ടനെ പോലെ എല്ലാ പാചകവും എഴുതി വെക്കാറുണ്ട്. പഴയ മാസികകൾ എടുത്തു വെച്ചത് ഇപ്പോഴും ഉണ്ട്. അത് മാത്രമല്ല കർഷകശ്രീ ബുക്കുകളിൽ എല്ലാം എന്തെങ്കിലും ഒരു സെന്റ് ഭൂമി ഉണ്ടാവുമ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവരാണ് ഞങ്ങൾ. ആഗ്രഹിക്കാതെ, അതായത് കർഷകശ്രീ എടുത്തേക്കുന്നു വല്ലപ്പോഴും ഭൂമി വാങ്ങിക്കുമ്പോൾ കൃഷി ചെയ്യാനുള്ള ടിപ്പൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആഗ്രഹിക്കും, ഒരു മലയോളം ആഗ്രഹിക്കാം അല്ലേ. അപ്പോൾ ഒരു കുന്നിക്കുരു പോലെയെങ്കിലും കിട്ടുമായിരിക്കും. നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമാണ്. എല്ലാ വേദനകളും മറക്കും. എല്ലാ ആഗ്രഹങ്ങളും നടക്കും, വിചാരിക്കുക നടക്കും. അടുത്തത് ബിന്ദു ധനജൻ, ഡോക്ടറുടെ വീട്ടിലെ പേപ്പർ കഷ്ണം കീറിയെടുത്ത് വീഡിയോയിലൂടെ പറഞ്ഞപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ നജു, ഇതോടെ നിർത്തി, ഇനി ചെയ്യില്ല. ഉള്ള മീൻ മുഴുവൻ എടുത്ത് കഷ്ടപ്പെട്ട് കറി വെച്ചിട്ട് അത് കൂട്ടി ഒരു ഉരുള കഴിച്ചിട്ട് പറയാ കുഴപ്പമില്ലെന്ന്. അജു ചിരിപ്പിച്ചു കൊന്നു. ഇത് വായിക്കുന്ന അജു തേങ്ങ നാണക്കേടുമായി കാശും പോയി, എന്നാലും വിട്ടുകൊടുക്കില്ലേ, മീൻ മുഴുവനും ഞാൻ തിന്നു. ആ കൂട്ടാൻ പിറ്റേ ദിവസം നല്ല രസമുണ്ടായിരുന്നു കേട്ടാ. അന്ന് ശരിക്ക് സാമ്പാറിന്റെ ടേസ്റ്റ് പോലെ തോന്നി, പക്ഷെ പിറ്റേ ദിവസമായപ്പോ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മള് തൃശ്ശൂക്കാര് വെക്കണ അല്ലെങ്കിൽ കോട്ടയം സ്റ്റൈലൊക്കെ മീൻ പറ്റിച്ചില്ലേ, ആ ടേസ്റ്റ് അല്ല, അതൊന്നും വേറെ തന്നെയാണ്. ഈ ടേസ്റ്റ് ഇത് പക്ഷെ ഇഷ്ടപ്പെടുന്നവർ കുറെ പേരുണ്ട്. ആ തിരുവനന്തപുരംകാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പൊ പിന്നെ പറയാം. അടുത്തത്
ദർശന പ്രദീപ്, പഴയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സരിത ചിന്തകളിലേക്ക് പോയി, ഇമോഷണലായി. അതൊക്കെയല്ലേ നിങ്ങൾ ഇത്രയും സ്ട്രോങ് ആക്കിയത്? ഇത്രയും ആൾക്കാർ ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ? എ ടൈറ്റ് ഹഗ് ഫോർ യു ഗൈസ്. സന്തോഷം. അടുത്തത് രജു സാമ്പൻ. ലക്ഷ്മി നായരുടെ പാചകം നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്തിട്ട് വല്ലാത്ത ചതിയായി പോയി എന്ന് പറഞ്ഞത് വളരെ മോശമായി. നമ്മളങ്ങനെ പറഞ്ഞ വല്ലാത്ത ചതിയായി പോയി എന്ന് പറഞ്ഞ നമ്മള് അത് വെറുതെ അമ്പലേ ചെയ്യുന്നത്. ഇത് ഈ മീൻ കൂട്ടാൻ മീൻ ഇത്രയ്ക്കധികം വാങ്ങിച്ചു, ഈ അരക്കിലോ മീൻ മുഴുവൻ ഈ കൂട്ടാൻ വെച്ചൂലോ എന്നുള്ളതാണ്. അതാണ് ചതി. അല്ലാണ്ട് അതില് വലിയ നമ്മളിപ്പോ അതിന് കളിയാക്കിയ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് പേഴ്സണലായിട്ടൊന്നും ആരെയും അപമാനിച്ചിട്ടില്ല. ലക്ഷ്മി നായർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും നല്ല ഞങ്ങളെ അറിയണതാന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ വീഡിയോ. ഞങ്ങള് ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ആള് തന്നെയാണ്. രാധാ നായർ. ലക്ഷ്മി നായർ എത്രയോ വലിയ കിച്ചൺ നടത്തുന്ന വ്യക്തിയാണ്. വ്ളോഗിൽ കൂടെയല്ല, കൈരളി ചാനലിൽ നിന്നും അവരെ അറിയാം. അവരുടെ പാചകങ്ങൾ അടിപൊളിയാണ്. നമ്മള് കൈരളിയിൽ കണ്ടിട്ടൊക്കെ മുന്നേ കുറെ ചെയ്യാറുണ്ട്. അടിപൊളിയാണ്. നമുക്ക് കാണുമ്പോൾ ചെയ്യാൻ തോന്നും. അവരുടെ പാചകങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. റെസിപ്പികൾക്ക് അടിപൊളിയാണ്, സൂപ്പറാണ്. ഇത് ഇങ്ങനെ ചെയ്ത് അവരെ മോശപ്പെടുത്തരുതായിരുന്നു. അവർക്ക് ഒരു മോശം സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയി. ചാനൽ നടത്തി അവരുടെ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അവരെ എല്ലാവരും സ്നേഹിക്കുന്നു. അവർ നല്ല ഒരു മനസ്സുള്ള സ്ത്രീയാണ്. വലിയ ചതിയായി എന്നൊന്നും എഴുതരുതായിരുന്നു അജു. അതിന് മറുപടി നമ്മൾ പറഞ്ഞു. അതായത് മനസ്സ് നല്ലതായിരിക്കും, അതൊന്നും നമ്മളല്ലാന്നല്ല പറഞ്ഞേ. അവരുടെ ഒരു റെസിപ്പി കണ്ടിട്ട് നമ്മൾ വെച്ചിട്ട് നമുക്കത് ടേസ്റ്റ് തോന്നിയില്ല. അപ്പം അവർ വളരെ നല്ല മനസ്സിനുടമയാണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധനം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എങ്ങനെയാ പറയാ? അപ്പം നമ്മൾ ഇത്ര അധികം വ്യൂവേഴ്സിനോട് നമ്മൾ ചെയ്യുന്ന ചതിയല്ല അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ അത്. ഞാൻ ഈ മറ്റേ ഉള്ളിലേക്ക് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് സരിതനെ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചിട്ട് സരിത പറഞ്ഞു ഫസ്റ്റ് വീഡിയോ ഭർത്താവ് വെച്ച ഐറ്റം നമ്മൾ വീഡിയോ പ്രേക്ഷകരാണ് ഇവള് പറഞ്ഞു അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ഇഷ്ടമില്ല, അത് അഹങ്കാരം കൊണ്ട് പറയണതല്ല. നമ്മളുടെ ഇത്ര അധികം പേര് കാണുന്നുണ്ട്, നമ്മളെ വായന്ന് വീഴുന്ന വാക്ക് അവര് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് അഭിനയിക്കരുത്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ടേസ്റ്റ് ഇല്ല. അത് എൻ്റെ കുഴപ്പമായിരിക്കും. ടേസ്റ്റ് ഒരിക്കലും നമുക്കതിനെ ഇതാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സൗന്ദര്യം അതിനൊരളവ് പോലില്ല അല്ലേ? നമുക്ക് ഒരാൾക്ക് ഭംഗി തോന്നണ അത് വേറൊരാൾക്ക് ഭംഗി തോന്നണമെന്നില്ല. എന്ന പോലെ തന്നെയാണ് ടേസ്റ്റും. നമുക്ക് ഒരാൾക്ക് ഏറ്റവും ടേസ്റ്റുള്ള സാധനം ഒരാൾക്ക് ഏറ്റവും വെറുപ്പുള്ള സാധനമായിരിക്കും അല്ലേ? അപ്പോൾ എനിക്കിപ്പോൾ ഒരെണ്ണം ഇഷ്ടമില്ല വെച്ചിട്ട് അത് പൊട്ടാന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കത് ടേസ്റ്റ് നിങ്ങൾക്ക് വേറെ ആൾക്ക് ഇഷ്ടാവും. അതാണ് പറഞ്ഞത്. അടുത്തത് ശ്രീകല ഷാബു. അങ്ങനെയല്ല സരിതേ, ഇനി ആ കറി വെച്ചപ്പോൾ ഞങ്ങൾക്ക് കുറേ മിസ്റ്റേക്ക് പറ്റി. അത് സത്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യമില്ല ചേട്ടാ, നാളികേരം ചെരുകുമ്പോൾ നമ്മൾ ഒരേ വലുപ്പത്തിൽ ചെരുകണം. ഒരേ വലുപ്പത്തിലല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ്സ് ഉണ്ട്, മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കാം. അപ്പൊ അതിങ്ങനെ ഒന്ന് പൊടിഞ്ഞു കിട്ടും, ഒരേ ലെവലായി കിട്ടും. അപ്പൊ അത് വേഗം വറക്കാൻ പറ്റും. അതൊന്ന്. ഇതിപ്പോ നമ്മുടെ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലത് പൊടി, ചിലത് മീഡിയം, ചിലത് നല്ല കനത്തിലുള്ളത്. അപ്പൊ എന്തായി, പൊടിഞ്ഞതൊക്കെ കരിഞ്ഞു. ഇടത്തരം വന്നത് പാകത്തിനായി. മറ്റേ സാധനം ആയില്ല, സാധാ പച്ചനാളികേരം പോലെ. അപ്പൊ അരയ്ക്കുമ്പോൾ വ്യത്യാസം വന്നു, ടേസ്റ്റ് കിട്ടില്ല, വറുത്തരച്ചതിന്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് വറക്കാൻ വേണ്ടിയിട്ട് ഇടുമ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചേർക്കരുത്. അത് ആദ്യം തന്നെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശം കളഞ്ഞിട്ടേ വെളിച്ചെണ്ണ ചേർക്കാൻ പാടുള്ളൂ. അപ്പോഴും ടേസ്റ്റ് മാറ്റം വരുത്തറേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി വെള്ളം നമ്മൾ പകുതി വറവായതിനു ശേഷം അതിൽ പ്രത്യേകം ഉണ്ട്, പകുതി വറവായിട്ട് വെളിച്ചെണ്ണ ചേർക്കണമെന്ന്. അങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് വറുത്തതിന് ശേഷം അരയ്ക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം എന്ന് പറയണതിലും കാര്യമുണ്ടെന്ന്. തുള്ളി വെള്ളം ചേർക്കാണ്ട് അരയ്ക്കുമ്പോൾ നല്ല ബ്രൗൺ കളറിൽ നല്ല അരച്ച് കിട്ടുമ്പോൾ അതിന്റെ ടേസ്റ്റ് വേറെ എത്ര വെള്ളം ചേർത്ത് അരക്കണതിനേക്കാളും. ഇതൊന്നും നമ്മൾ ചെയ്തില്ല. അതിലതൊക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ട്. ഇതൊന്നും നമ്മൾ ചെയ്യാണ്ടാണ് വെച്ചത്. അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. തുറന്ന് പറയാൻ ഒരു മടിയില്ല. ഇനി നോക്കിക്കോ, 1 കിലോ വറ്റ വാങ്ങിച്ചിട്ട് ഞാൻ ഇതേപോലെ ഈ പറഞ്ഞ പോലെ നാളികേരം മിക്സിയിൽ അരച്ച് വറുത്ത് വെളിച്ചെണ്ണ പകുതി ആകുമ്പോഴിച്ച് മിക്സിയില് വെള്ളം ചേർക്കാണ്ട് അരച്ച് ഞങ്ങളുടെ ഈ കൂട്ടാൻ വയ്ക്കും. അമ്മീമ അരച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചേർക്കാണ്ട് അരച്ചാനാട്ടാ. എനിക്ക് വറുത്ത നാളികേരം അമ്മീമ നാളികേരം ഇങ്ങനെ അപ്പൊ ഞങ്ങളുടെ പേരിലും തെറ്റുണ്ട്. ഞങ്ങള് അത് 100% എന്താ പറയാ സമ്മതിച്ചു തരുന്നു. നമ്മുടെ പേരിൽ മിസ്റ്റേക്ക് ഉണ്ട്. അത് വെച്ചെങ്കിൽ ചിലപ്പോൾ ഇതിലും ടേസ്റ്റ് ഉണ്ടായേനെ. ആ സാധനം അന്ന് ടേസ്റ്റ് എനിക്ക് അത്ര തനി സാമ്പാർ പോലെ തോന്നിയത്. പക്ഷെ ഞങ്ങൾ വറുത്തരച്ചിട്ട് സാമ്പാർ വെക്കണോണ്ടാണ് നമുക്ക് ആ ടേസ്റ്റ്, സാമ്പാറിന്റെ ടേസ്റ്റ് തോന്നിയേട്ടാ. പക്ഷെ പിറ്റേ ദിവസം ഇപ്പം എൻ്റെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി കൂട്ടാൻ. അമ്മ അത് പിറ്റേ ദിവസം രാവിലെ കഞ്ഞിയിലേക്കും കഴിച്ച് ഉച്ചയ്ക്ക് അത് കൂട്ടി ചോറിനും ചെയ്തു. അപ്പം അമ്മ പറഞ്ഞു എനിക്കിതിനൊരു കുഴപ്പം തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം വരെ ചോറുണ്ട്. ചേട്ടൻ പിന്നെ അത് അവസാനിപ്പിച്ചു. അപ്പം അങ്ങനെ നന്നായിരുന്നു. അപ്പം ഞങ്ങള്
അപ്പം അതാണ് ഈ പറയണത് കേട്ടാ. അപ്പോൾ എന്തൊരു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല സരിതേ, വെള്ളം ചേർക്കാതെ അരയ്ക്കുമ്പോൾ നല്ല ബ്രൗൺ കളർ കിട്ടും. പിന്നെ എണ്ണ കൂടുതൽ ഒഴിച്ചാലേ അങ്ങനെ അരയ്ക്കാൻ പറ്റൂ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഉലുവ, ചുവന്നുള്ളി വഴറ്റിയതിന് ശേഷം അരപ്പിട്ട് ഒന്നുകൂടി വഴറ്റി അതിൽ വെള്ളം ഒഴിച്ച് പുളിവെള്ളം ഇല്ല പുളിവെള്ളം ഓർ കുടംപുളിയൊക്കെ ഇട്ട് മീൻ വേവിക്കേണ്ടത്. പിന്നെ ട്രിവാൻഡ്രം കറികളെല്ലാം നമുക്ക് ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. പിന്നെ വലിയ പാചകക്കാരികൾ വെക്കുന്ന എല്ലാ കറികളും നന്നായി കൊള്ളണം എന്നില്ല, നമുക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല. ഇമ്രാൻ ട്രയൽ നടത്തിയതാണ് കേട്ടോ, ഇനി ഏത് നിമിഷവും ചാടി പോവാൻ പുറത്തേക്ക് പോകണം എന്നുള്ള വിചാരം വന്നു. അങ്ങനെ ശ്രീസന്ധ്യ, ഇത് ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിയാണ്. നാളേരം വറക്കുമ്പോൾ ഉലുവ, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്തിരി കുരുമുളക് കൂടി വറുത്താൽ നന്നായിരിക്കുന്നു. അപ്പൊ തിരുവനന്തപുരത്ത് തന്നെ വെക്കണവര് പല പല സ്റ്റൈലിലാണ് വെക്കണേ. അടുത്തത് ശ്രുതി ഷാജു, അജു വ്ളോഗർ ആകും എന്ന് ദൈവം തലയിൽ എഴുതിയാണ് വിട്ടത്, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണോ? ലക്ഷ്മി നായരുടെ വ്ളോഗിൽ പോലും വന്നോ ആവോ ഈ റെസിപ്പി? നിങ്ങളെ സ്ട്രോങ് ആക്കാനുള്ള അനുഭവങ്ങളായിരുന്നു എല്ലാം. പിന്നെ ഇനി ഇപ്പോൾ മോഹൻലാൽ വെച്ചു കൊടുത്ത കറിയായാലും സരിത മുഖം നോക്കി അഭിപ്രായം പറയും. അതാണ് സരിത. അങ്ങനെയുള്ളവർ മനസ്സമാധാനത്തോടു കൂടി രാത്രി ഉറങ്ങും, അത്രേ ഉള്ളൂ. ഉള്ള കാര്യം പറയാലോ നമുക്ക്. അതെ. പിന്നെ ഈ പാചകം എന്ന് പറഞ്ഞ ഒരു കൈപ്പുണ്യം എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ഈ കൈപ്പുണ്യമുള്ള ആളുകൾ വെച്ചിട്ട് നമ്മൾ ആ കറക്റ്റ് അവരിടുന്ന അളവുകളൊക്കെ എടുത്ത് കൃത്യമായിട്ട് അതുപോലെ വെച്ചാൽ നമുക്ക് അവർ വെച്ച ടേസ്റ്റ് കിട്ടില്ല. അവരാ കൈപ്പുണ്യം എന്ന് പറയുന്നൊരു സംഭവമേ അതുകൊണ്ട് കേട്ടാ. നമ്മൾ വെക്കണതിൻ്റെ കുഴപ്പങ്ങളും ആയിരിക്കാം, അല്ലാണ്ട് അവരെ കുറ്റം പറയല്ല, നമ്മൾ വെക്കണതിൻ്റെ കുഴപ്പമുണ്ടാവും. സിനി ശ്രീ ഈസി കിച്ചൻ, ഫ്ലോപ്പ് ആവാതെ വെക്കാൻ പറ്റുന്ന റെസിപ്പികൾ ലക്ഷ്മി നായരുടേതാണ് എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം കേട്ടോ. ഇതിലിപ്പോൾ നിങ്ങൾ വെള്ളം ചേർത്ത് അരച്ചത് മാത്രമാണ് കുഴപ്പമായത്, അല്ലെങ്കിൽ അടിപൊളിയായനെ, കാണാനും കഴിക്കാനും കുഴപ്പമില്ല. ഇനി വേറൊരു തവണ ഇത് തന്നെ വീണ്ടും നന്നാക്കി ഒന്ന് വെക്കണേ ചേട്ടാ. മായ രാജേഷ്, അജുവേട്ട സരിത പരിപ്പ് കുത്തിപ്പൊടി ഉണക്കമാന്തൽ വറുത്തതുമായി നിങ്ങളുടെ വീഡിയോയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ തൃശ്ശൂർ ഭാഷ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഒരിക്കൽ കൂടി വിഭവങ്ങളുടെ പുതിയ വീഡിയോ ഇടുമോ പ്ലീസ്? പരിപ്പ് കുത്തിയാച്ചത് മാന്തള ഇത് പറഞ്ഞപ്പോഴാ ഈ തിരുവനന്തപുരംകാർക്ക് ഇപ്പൊ നമ്മളുടെ തൃശ്ശൂർക്കാരുടെ ഒരു സാധനമുള്ള കുത്തിപ്പൊടി, പരിപ്പ് കുത്തിപ്പൊടിച്ച് കാച്ചി മാന്തള ഒരു പറ ചോറുണ്ടെന്ന് പറയും നമ്മള്. തൃശ്ശൂർക്കാർക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ സാധനം. അതായത് വേറെ മറ്റു ജില്ലക്കാർക്കേ ഇത് എന്തൊരു സാധനം തോന്നുന്നു കഴിക്കുമ്പോ, നമുക്ക് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെയാണ്. ഇപ്പൊ തിരുവനന്തപുരംകാർക്ക് ഈ വറുത്തരച്ച മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. ആ സാധനം നമ്മൾ കഴിച്ചിട്ട് ഇത് എന്തുട്ടാന്ന് പറയുമ്പോഴാണ് അവർക്ക് ഇത് നമ്മള് എന്താ അവരെ അപമാനിക്കണ പോലെ തോന്നണതേ. എല്ലാവർക്കും ഉണ്ടാവും ടേസ്റ്റ് മാറ്റം. അടുത്തത് മീന സുരേഷ്, സരിത ഞങ്ങൾ തിരുവനന്തപുരംകാർ ഇങ്ങനെ മീൻകറി വെക്കും, തേങ്ങ വറുത്തരച്ച് മീൻകറി നല്ല രുചിയാണ്, പക്ഷെ എല്ലാ മീനും അങ്ങനെ ഉണ്ടാക്കാൻ നന്നല്ല. പിന്നെ സാമ്പാറിന്റെ രുചി എന്നാണ് സരിത പറഞ്ഞത്. ഞങ്ങൾ സാമ്പാറിൽ തേങ്ങ വറുത്ത് ചേർക്കാറില്ല, അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഓരോ ജില്ലയിലും കറി വെക്കുന്നത് വ്യത്യാസമുണ്ട്. അതന്നെ. സദ്യക്ക് ഞങ്ങൾ ആദ്യം പരിപ്പ് ഒഴിച്ച് പപ്പടവും കൂട്ടിയാണ് കഴിക്കുക, രണ്ടാം വട്ടം ചോറിട്ടാണ് അതിൽ സാമ്പാർ ഒഴിക്കുക, പിന്നീട് പായസം, ബോളി ഇവയെല്ലാം കഴിഞ്ഞാണ് വീണ്ടും ചോറ്, പുളിശ്ശേരി, രസം, മോര് ഇവ വിളമ്പുന്നത്. തൃശ്ശൂർ ഇതെല്ലാം വ്യത്യാസമല്ലേ? പിന്നല്ലാണ്ട് ഇതിന് 4 ട്രിപ്പ് ചോറ് വിളമ്പോ ഒരാൾക്ക്. എൻ്റെ പൊന്നേ. വറുത്തരച്ച മീൻകറി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. കണ്ട ആ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് വറുത്തരച്ച മീൻകറി. അടുത്തത് രഞ്ജിത്ത് മേനോൻ, ആദ്യമേ പറയട്ടെ, റെസിപ്പി അല്ല വില്ലനായത്, പ്രിപ്പറേഷനിലെ വ്യത്യാസം കൊണ്ടാണ്. അതന്നെ. ഇത്ര അധികം ലൂസാകാൻ പാടില്ല മീൻകറി. എന്തിനാണ് നാളികേരം വറക്കുമ്പോൾ എണ്ണ ഒഴിക്കുന്നത്? ക്രിസ്പി ആവാൻ വേണ്ടിയാണല്ലോ. ആദ്യം തന്നെ എണ്ണ ഒഴിച്ചാൽ എണ്ണ അബ്സോർബ് ആവും. എണ്ണ ഇല്ലാതെ തന്നെ വറുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അവസാനം ഒരു ചെറിയ സ്പൂൺ എണ്ണ ഒഴിച്ചാലും മതി. വെളുത്തുള്ളി, ഇഞ്ചി ഇതൊന്നും ഇല്ലാത്ത കാരണമാവും സരിത പറഞ്ഞ പോലെ എവിടെയോ എന്തോ ഒരു തകരാറ്. അജു സരിത നമസ്കാരം. അടുത്തത് ഇന്ദുലേഖ, തിരുവനന്തപുരം തേങ്ങ വറുത്ത സാമ്പാർ വെക്കാറില്ല, ഞങ്ങൾ തീയലാണ് വറുത്തരച്ച് വെക്കുന്നത്. പിന്നെ ലക്ഷ്മി നായർ അടിപൊളിയായി പാചകം ചെയ്യും. സരിതയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, അവർ പറഞ്ഞതുപോലെ പറഞ്ഞ മീനിട്ട് വെക്കണം, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചിട്ട് ഇതാണോ ലക്ഷ്മി നായരുടെ ഇഷ്ടപ്പെട്ട മീൻകറി എന്ന് പറയരുത്. സരിതയുടെ അത്രയും പാചകം അറിഞ്ഞുകൂടാത്ത ഒരു പാവം തിരുവനന്തപുരംകാരി ഒന്ന് ക്ഷമിച്ചേക്കൂ. എനിക്ക് പാചകം എന്ന് പറയുന്ന സാധനമേ അറിയില്ല. ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് ഈ കുക്കിംഗ് എന്ന് പറയണത്, ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പം എനിക്ക് പാചകമൊന്നും അറിയില്ല. പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞു ഇത്ര സമയം ഇതിനെ കുറിച്ച് പറഞ്ഞു. നമ്മളൊരിക്കലും ലക്ഷ്മി നായരെ പേഴ്സണലായിട്ട് അപമാനിച്ചിട്ടില്ല കേട്ടാ. നമ്മൾ വെച്ച പ്രിപ്പറേഷന്റെ കുഴപ്പമാണ്. മീൻ വറ്റാന്ന് പറഞ്ഞത് നെയ്മീനായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ അതിലൊക്കെ മാറ്റം ഉണ്ടാവും. അടുത്തത് മൈ വില്ലേജ് റെസിപ്പീസ്. ജില്ലകൾ മാറുമ്പോൾ പാചകം ഒരുപാട് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ രുചികൾ ഇഷ്ടമാകുന്ന കാര്യത്തിൽ ഞാൻ കൊല്ലമാണ്. ഇവിടെ മിക്ക ആൾക്കാരും വലിയ മീൻ, ചൂര, വങ്കട, നെയ്മീൻ ഒക്കെ മേടിക്കുമ്പോൾ വറുത്തരച്ചാണ് കറി വയ്ക്കുക. ഞാൻ ഇതുവരെ വറുത്തരച്ച സാമ്പാർ കഴിച്ചിട്ടില്ല, ഉണ്ടാക്കാറുമില്ല. പൊടി ചേർത്താണ് ഉണ്ടാക്കാറ്. ഈ തേങ്ങ വറുത്തപ്പോൾ എല്ലാം ഒരുപോലെ മൂത്ത് വന്നിട്ടില്ല.
തേങ്ങ അത് വെള്ളം ചേർത്ത് അരച്ചത് കൊണ്ട് കളർ മൊത്തം മാറി. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുത്തിക്കാച്ചതൊന്നും നമുക്കില്ല. ഈ ചാനൽ കൂടിയാണ് ആദ്യമായിട്ട് അത് കേട്ടത് പോലും, പക്ഷെ ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടമായിട്ടില്ല. അതാ പറഞ്ഞേ, നമ്മളിത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂർക്കാർ കുത്തിക്കാച്ചി കൂട്ടാൻ കഴിച്ച് കണ്ടിട്ട് നിങ്ങളത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഇതാണോ ഇവർ ഇത്ര ഭയങ്കര സംഭവം എന്ന് പറഞ്ഞെന്ന് തോന്നും. അതുപോലെ നമ്മുടെ ഉപ്പേരികൾ, നമ്മൾ പച്ചക്കറി ഉപ്പേരി കൂട്ടാൻ വെക്കില്ലേ, മെഴുക്ക് പുരട്ടി, എല്ലാം ഞങ്ങൾ കുത്തിക്കാച്ച ചെയ്യാം തൃശ്ശൂർക്കാർ. നമുക്കതാ ഇഷ്ടം. അടുത്തത് റോസ് എഡ്യൂക്കേഷൻ. ഞാനും പണ്ട് മാഗസിൻസിലെ പേജസ് എടുത്ത് പഞ്ച് ചെയ്ത് വെക്കും. ഒരു ഫയൽ തന്നെ ഉണ്ടായിരുന്നു. ഇതുവരെ എൻ്റെ അനുഭവത്തിൽ സെയിം ടു സെയിം ലക്ഷ്മി നായരുടെ റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സരു ചേച്ചി പ്രശസ്തി ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാലും അറ്റൻഷൻ സീക്കിംഗ് ആണ്. അതാണ് പലപ്പോഴും അജുചേട്ടൻ എന്തെങ്കിലും കഥയോ ഇല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞാൽ ഞാൻ പറയാം എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ. നമ്മൾ പലരും അങ്ങനെ തന്നെ. സാരില്ല ചേച്ചിക്കുട്ടി. അപ്പം ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമൻറ്റ് റിപ്ലൈയിൽ മറുപടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അറ്റൻഷൻ അതെനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷെ ചേട്ടൻ ചില സമയത്ത് പറയുമ്പോൾ, കഥകൾ പറയുമ്പോൾ ചിലത് ചേട്ടൻ തന്നെ പറഞ്ഞോട്ടെ വെച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കും. പക്ഷെ ചില സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ അതിനെ കൊണ്ടുപോയി ആവശ്യമില്ലാണ്ട് കുറേ ഇതൊക്കെ ആക്കി പോകുമ്പോൾ ഞാൻ അത് ഇങ്ങനെ വലിച്ചു നീട്ടി പരത്തി പറയാണ്ട് അതിനെ ചുരുക്കി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിലപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പറയണേട്ടോ. അല്ലാണ്ട് അറ്റൻഷൻ സീക്കിങ് ആയിട്ടല്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാവർക്കും മറ്റുള്ളവരൊരു ശ്രദ്ധ പിടിച്ച് പറ്റാനായിട്ടുള്ളൊരു ഇത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ എൻ്റെ ഉള്ളിൽ അത് ഉണ്ടാവുമായിരിക്കാം. പിന്നൊന്നുമില്ല, അത്ര ഉള്ളൂ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേരെ ഞാൻ ലക്ഷ്മി നായരെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കുറേ പേര് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രേ വിചാരിച്ചിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ഞങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമായിരിക്കും. ഞാൻ വീണ്ടും പറഞ്ഞു, ഞങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമായിരിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വലിയ സംഭവമൊന്നുമില്ല. വലിയ ഒരു എഞ്ചിനീയർ വലിയൊരു വീട്, ഭയങ്കരമായ വീടുകൾ കുറേ കേരളത്തിൽ മുഴുവൻ പണിത് നല്ല ഭംഗിയിലൊക്കെ പണിത് ഒരെണ്ണം മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പണിത് ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയില്ലേ ആ വീട് മോശമായി എന്ന് പറയില്ലേ. അയാൾ പണിതൊക്കെ ഭയങ്കര എല്ലാവരും അംഗീകരിക്കലും കാര്യങ്ങളൊക്കെ കിട്ടിയാലും നമ്മൾ മോശമായിട്ടുണ്ടെങ്കിൽ മോശമായി എന്ന് പറയില്ലേ. അതൊക്കെ പക്ഷെ നമ്മൾ ഈ പണ്ടൊക്കെ യൂട്യൂബൊക്കെ ഉണ്ടാവണതിന് മുന്നേ ഏഷ്യാനെറ്റിലും സൂര്യയിലൊക്കെ പാചക ഇതുകൾ വരുമല്ലോ. അതിൽ നിന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ, നമുക്ക് കാണുമ്പോൾ തന്നെ ചെയ്ത് നോക്കാൻ തോന്നുന്നു. കൃത്യമായിട്ട് നോക്കി ഞങ്ങൾ ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതും ലക്ഷ്മി നായരുടെ തന്നെയാണ്. അതിലൊന്നും ഒരു സംശയം, ഒരു തർക്കമില്ല. ഇതൊന്നും അല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടാ. അപ്പം അങ്ങനെ വിചാരിക്കരുത്. അപ്പം ഇനി ഒരു കമൻറ്റ്, അതായത് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ കമൻറ്റ് റീഡിങ് ഉണ്ടായിരുന്നില്ല, നമ്മുടെ കമൻറ്റ് വായന ഉണ്ടായിരുന്നല്ലോ, തുന്തുരിൻ്റെ കട പൂട്ടിയ കാര്യം പറഞ്ഞില്ലേ, അതിലത്തെ ഒരു കമൻറ്റും കൂടി വായിച്ചിട്ട് നിർത്താം. ഹംദാൻ ഹമീദ്, ഈ തുന്തുരു എന്നുള്ള പേര് മാറ്റൂ. അയാൾ ഒരു പുരുഷനല്ലേ? ഈ പേരും വെച്ച് അയാളെ ആരെങ്കിലും സീരിയസ് ആയി എടുക്കുമോ? അയാൾ പറയുന്ന കാര്യങ്ങളിൽ ആളുകൾ ഒരു സീരിയസ്നെസ് കാണില്ല. നിങ്ങളുടെ നാടിൻ്റെ ശീലമാണോ എന്നറിയില്ല. ഇതുപോലെയുള്ള വള്ളി പൊട്ടിയ പേരുകൾ ആളുകളെ വിളിച്ച് അവരെ സമൂഹത്തിന് മുന്നിൽ കോമാളിയാക്കരുത്. നിങ്ങൾ സ്നേഹം കൊണ്ട് വിളിക്കുന്നതായേക്കാം, ബട്ട് ആ പേര് വിളിക്കുമ്പോൾ അയാളെ കുറിച്ച് ഉണ്ടാകുന്ന ഒരു കുട്ടി ഇമേജ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവന്റെ കട പൂട്ടിയെന്നാണ് തോന്നുന്ന ആള് പറയുന്നത്. തുന്തുരു എന്നുള്ള പേര് അവിടെ ആർക്കും അറിയില്ല. ഈ കടയുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക്, കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ആളുകൾക്കോ നമ്മളുടെ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ട് അറിയുന്നവർക്കുള്ളൂ, അവർക്കറിയാം തുന്തുരിന്റെ കട എന്ന് പറഞ്ഞിട്ട്. അല്ലാത്തവർക്ക് അവിടെ നിന്ന് ഫുഡ് ലാൻഡ് തന്നെ പേരിട്ടെ അതിന്റെ പേര്. അപ്പൊ തുന്തുരുവിന്റെ കട പൂട്ടിയതിന് കാരണം ഇതൊന്നല്ല, വേറെയാണ് വിഷയം. അത് നമ്മൾ പറഞ്ഞില്ലേ, അത് ഒപ്പം ഉണ്ടായിരുന്ന അയാളാണ് പ്രശ്നം. ഒരാളുടെ പേരും അയാൾ ചെയ്യണ ബിസിനസ് പൊളിയാൻ കാരണം അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കില്ല എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയുകയാണെങ്കിൽ അവനിപ്പോ ഒരു വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, ഒരു ബോസ് ആണെന്ന് വിചാരിക്കാം. എന്റെ കീഴിൽ ഒരു 1000 പേര് ജോലി ചെയ്യും, എന്നിട്ട് തുന്തുരുന്ന് പേരാണെങ്കിൽ ചിലപ്പോ ഈ പറയണേല് അല്ലേ പേരിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കാറില്ലേ. ഇപ്പൊ അവന്റെ പേര് ശരത് എന്നാണെങ്കിലും ഞങ്ങള് തുന്തുരു എന്നാണ് വിളിക്കുക. ആ പേര് മാറ്റി ശരത്ത് എന്ന് പറയുമ്പോ വേറെ ആരോ പോലെ തോന്നുന്നു നമുക്ക്. വിളിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പൊ നമ്മളെ ഏറ്റവും അടുപ്പുള്ള ആളുകളും പിന്നെ അവന്റെ ഫ്രണ്ട്സൊക്കെ ശരത്ത് തന്നെ വിളിക്കുക. അപ്പൊ അങ്ങനെയാണ്. പിന്നെ പേരിലാണ് ഭയങ്കര സംഭവം. ചേട്ടന്റെ പേര് അജു എന്നുള്ള പേരില് വെച്ചിട്ട് എത്ര ബിസിനസ് അത് കഴിഞ്ഞിട്ട് പേര് മാറ്റി അജിത് കുമാർ എന്നാക്കി. അജിത് കുമാർ എന്നാക്കിയതിന് ശേഷം കുറെ ബിസിനസ് ചെയ്തു, അതും 8 നിലയിൽ പൊട്ടി. അല്ല അതിലും വലിയ രസം നോക്കണം, നമ്മുടെ
ഞങ്ങളുടെ വീട്ടുകാരന്നെ പാലക്കാട് 3 കടകൾ ഇട്ടുണ്ടായിരുന്നു, ഷോപ്പുകൾ, ഈ ഫ്രാഞ്ചൈസി. അത് 3 ഐസ് പോട്ട് എന്ന് പറഞ്ഞില്ല, അത് ഭയങ്കര പേരാണല്ലോ ഇവർക്കൊക്കെ. അവര് പോയി ഇട്ടിട്ട് അത് 3 പൂട്ടി പോന്നു. അതിപ്പോ ഇല്ല. അപ്പൊ അതൊന്നും ആലോചിക്കുക. അപ്പൊ അത് ഇങ്ങനത്തെ ഈ എന്താ പറയാ, തുന്തൂരിന്റെ പോലത്തെ പേരാണോ? അല്ലല്ലോ, ഭയങ്കരമായ പേരാണ്. അപ്പൊ അത്രേ ഉള്ളോ, പേരിലൊന്നും വലിയ കാര്യമില്ലേ. ഞാൻ എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റും. നമുക്ക് എത്രയോ വലിയ വലിയ പേരുള്ള ആളുകൾ തുടങ്ങി വെച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ പൂട്ടിയത് എത്ര എണ്ണം കാണിച്ചു തരണം. അത് ഇതും അങ്ങനെ നോക്കൊന്നും വേണ്ട. ഇതൊക്കെ ഒരു ഓമന പേരാണ് ചേട്ടാ, ചേട്ടൻ്റെ ചേച്ചിയെ. അതൊരു ചെറിയ ചെക്കനായിരിക്കും. ആരെങ്കിലും ആയിക്കോട്ടെ, അത് അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ ഒരു കുറ്റമല്ല. നമ്മുടെ ഇന്നത്തെ കമന്റ് വായന കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വരാൻ. നന്ദി, നമസ്കാരം.